ഇതാണ് സൂറത്തുൽ മുഅ്മിനൂൻ. എത്രാമത്തെ അധ്യായം? 23-ാമത്തെ അധ്യായം. ഇത് ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലെ? 23-ാമത്തെ സൂറത്താണ്. 24 എന്തായിരുന്നു? സൂറത്തുൽ നൂൻ അല്ലെ? 22 സൂറത്തുൽ ഹജ്ജ്. ശരി, എന്താ നമ്മുടെ സൂറത്തിന്റെ പേര്? സൂറത്തുൽ മുഅ്മിനൂൻ അല്ലെ? നമ്മൾ പറഞ്ഞു സൂറത്ത് മുഅ്മിൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് ഖുർആനിൽ ഉണ്ട് നമ്മൾ പറഞ്ഞു, ഹോംവർക്ക് വെച്ചിരുന്നു. മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികൾ, സത്യവിശ്വാസി എന്നല്ല, പിന്നെ സത്യവിശ്വാസികൾ. ഇതുപോലെ തന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്, സൂറത്ത് മുഅ്മിൻ. പക്ഷെ ആ സൂറത്തിന് സാധാരണ രീതിയിൽ വേറൊരു പേരിലാണ് സാധനം ചെയ്യുക. ഖുർആൻ പുസ്തകത്തിലേക്ക് ഇൻഡെക്സിലൊക്കെ നമ്മൾ കാണാം. നമ്മൾ കേട്ട് പഠിച്ചപ്പോൾ ചിലപ്പോ ആ പേരായിരിക്കും, പക്ഷെ ആ സൂറത്തിന് വേറൊരു പേരാണെന്ത്? ഇത്. ആ സൂറത്തുകൾക്ക് പല പേരുകളുണ്ടാവും അല്ലെ? അതുപോലെ ഈ സൂറത്തിന്റെ പേരെന്താ? ഈ സൂറത്ത് മുഅ്മിൻ. അതായത് സൂറത്ത് ആരെങ്കിലും നോക്കിയിട്ട് വന്നിട്ടുണ്ടാവ് നോക്കി ആരൊക്കെ നോക്കിയായിരുന്നത്? സൂറത്ത് ഗാഫിർ അല്ലെ? ഗാഫിർ എത്രാമത്തെ സൂറത്താണത്? 40-ാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഗാഫിറിന്റെ മറ്റൊരു പേരാണ് സൂറത്തു മുഅ്മിൻ എന്ന് പറയുന്നത്. ഈ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി അല്ലെ? മുഅ്മിനൂൻ എന്ന് പറഞ്ഞാല് വിശ്വാസികൾ എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മള് സൂറത്തിന്റെ പേരുകളുമായി ബന്ധപ്പെട്ടത്. ആദ്യത്തെ 15 സൂറത്തുകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാ? 15 സൂറത്തുകളുടെ പേരെല്ലാവരും പഠിച്ചാ? അർത്ഥവും പേരും പഠിച്ചാ? ചില ആളുകൾ നോക്കുന്നു ബുക്കില് കാര്യമായിട്ട് എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എഴുതിയിട്ടുള്ള കാര്യമായ റിവിഷനാണ്. പഠിച്ചിട്ടില്ലേ? ഏതാ 13-ാമത്തെ സൂറത്ത്? ഏതാ? 13 റഅദ് അല്ലേ? റഅദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടിമുഴക്കം അല്ലേ? 11-ാമത്തെ സൂറത്താവും അങ്ങനെ പറ്റൂല, ആ പരിപാടി പറ്റൂല. അതിനാണ് നമ്മള് ഒറ്റക്കൊറ്റ കൊടുക്കുന്നത്. അത് പറ്റൂല. ഈ 30-ാമത്തെ സുഹൃത്ത് അങ്ങനെ ഇടയ്ക്കുള്ള നമ്മള് കുറച്ച് സാധനങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഏതാ 15-ഏതാ? ഹൂദ് അല്ലെ? സുഹൃത്ത് ഹൂദ്. അതിന്റെ അർത്ഥം എന്താ? 8-ാമത്തെ സുഹൃത്താവും അപ്പൊ ഒരു ഫ്രണ്ടിലേക്ക് ഒരു പുറകിലേക്ക് പോകുന്നത് അൻഫാൽ. അൻഫാൽ എന്ന് പറഞ്ഞാലോ യുദ്ധാർജിത സ്വത്തിനാണ് നമ്മൾ അൻഫാൽ എന്ന് പറയും. ഈ കൂട്ടത്തിലെ ബിസ്മി ഇല്ലാത്ത സുഹൃത്ത് ഏതാ? സുഹൃത്ത് തൗബ. ബിസ്മി കൊണ്ടല്ല സുഹൃത്ത് ആരംഭിക്കണം. നമ്മൾ ഈ 15 സുഹൃത്തുക്കളുടെ പേരുകൾ നമ്മൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കേണ്ടതാണ്. എന്താ അൻആം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കന്നുകാലികൾ അല്ലെ? കാലിമൃഗങ്ങൾ. നമ്മള് സൂറത്ത് ഹജ്ജ് പഠിച്ചപ്പോ പറഞ്ഞു എന്ത്? ബഹീമത്തുൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാല് ബലിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മൃഗങ്ങൾ അല്ലെ? അറക്കാൻ വേണ്ടി ആട്, മാട്, ഒട്ടകങ്ങൾ. പിന്നെ നമ്മുടെ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഹിസ്ബും റുകൂബും അല്ലെ? എന്താണ് ആ ഡിവിഷന്റെ അടിസ്ഥാനം? എന്താണ് ആ ഒരു കാറ്റഗറി എങ്ങനെ വരാൻ കാരണം? ഹിസ്ബും റുകൂബും എന്ന വ്യത്യാസം എന്താ? സാധാരണ ഗതിയിൽ നമ്മൾ ഖുർആൻ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കാം? ജുസുകൾ. എത്ര ജുസുകളുണ്ട് ഖുർആനില്? 30 ജുസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 30 ജുസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെന്നാണ് ഈ ജുസുകൾ വന്നെങ്ങനെ? പിന്നെ ഓതാൻ വേണ്ടി എടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കണത് ഫീകം അഖറഉൽ ഖുർആൻ, ഞാൻ എത്ര നാളുകൊണ്ട് ഖുർആൻ ഓതി തീർക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ബിശഹ്രി, ഒരു മാസം കൊണ്ട് ഓതി തീർക്കാൻ. അപ്പൊ ഈക്വൽ ആയിട്ട് എല്ലാ ദിവസവും ഒരേ കണക്ക്, ഒരേ തോത് കണക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? 30 ജുസ് ഒരു കണക്ക്. ഒരു ദിവസം ഒരു ജുസ് ഓതി തീർത്താൽ 30 ദിവസം കൊണ്ട് 30 ജുസ് ഖുർആൻ മുഴുവൻ ഓതി തീർക്കാം. ആ കണക്കിലാണ്. ഇതുപോലെ തന്നെ ഖുർആനിന്റെ മറ്റൊരു ഡിവിഷൻ ആണെന്ത്? ഹിസ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിസ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജുസിനെ പകുതിയാക്കാം, നേരെ പകുതിയാക്കാം. അതായത് ഒരു ജുസിനെ തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ടാക്കാം. രാവിലെ ഒരാള് ഒരു ഹിസ്ബ് ഓതാ, വൈകുന്നേരം ഒരു ഹിസ്ബ് ഓതാ. ഒരു ദിവസം എത്ര ജ്യൂസ് ഓതി? ഒരു ദിവസം ഒരു ജ്യൂസ് ഓതി. ആ ഡിവിഷൻ എളുപ്പത്തിലുള്ളതാണ്.
ആ ഒരു ഡിവിഷന് എളുപ്പമാണ്, ഓതാനുള്ള എളുപ്പത്തിൽ. ഞാൻ ഇപ്പൊ എത്ര ഓതി അപ്പൊ ഇത്ര കണക്കാക്കി. പക്ഷെ നമ്മളൊരു 15 ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇത്ര ഹിസ്ബായി, ഈ ബാക്കി ഇത്ര ഉണ്ട്, ഇത്ര ഹിസ്ബ് ബാക്കി ഉണ്ട്. ഇതാണ് ഹിസ്ബ്. നമ്മളത് ഓർത്ത് വെക്കാം. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിസ്ബ് റുക്കുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നു. ഒരു സൂറത്ത് പഠിക്കുമ്പോ ആ സൂറത്തിൽ എത്ര ഹിസ്ബ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് ഹിസ്ബിലാണ് ഈ സൂറത്ത്. അപ്പൊ ഖുർആൻ മൊത്തം എത്ര ഹിസ്ബ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ പറയാ, 60 ഹിസ്ബ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സൂറത്ത് ഒരു പക്ഷേ കറക്റ്റ് ഏതെങ്കിലും ഒരു ഹിസ്ബിലാവുന്നില്ല. അതിന്റെ പകുതി ചിലപ്പോ ഒരു ഹിസ്ബിലും പകുതി വേറെ ഹിസ്ബിലും ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് പോയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയും, നമ്മുടെ സൂറത്ത് മുഅ്മിനൂൻ ഏത് ഹിസ്ബിലായിരിക്കും ഉണ്ടാവുക, ഏത് ജുസുവിലാണ്, ഏത് ഹിസ്ബിലാണ്, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അതൊരു ഹോംവർക്ക് ആണ്. സൂറത്ത് മുഅ്മിനൂൻ ഏത് ഹിസ്ബിലാണ്, ഏത് ജുസുവിലാണ്, നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിക്കാം. പെട്ടെന്ന് ആ സൂറത്ത് കിട്ടുമ്പോ ഒരു സൂറത്ത് ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ ഞാനിവിടെ ചെയ്ത് പറയുമല്ലോ, ഇന്ന സ്ഥലത്ത് ഇന്നതെന്നൊക്കെ പറയുന്ന പോലെ, ഇന്നതിന്റെ അപ്പുറത്ത് ഇന്നതെന്നൊക്കെ പറയുന്ന പോലെ, ഇന്ന ജുസുവിലെ ഇത്രാമത്തെ ഹിസ്ബിലാണ് ഈ സൂറത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഹിസ്ബിനെ പറയുന്നത്. അപ്പൊ സൂറത്ത് മുഅ്മിനൂൻ ഏതിലാണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ഓർക്കുക. അത് നമുക്ക് സുപരിചിതമായ ബാക്കി സുഹൃത്തുക്കൾ, സൂറത്ത് യാസീൻ, നമുക്ക് സ്ഥിരമായി നമ്മളുള്ള സുഹൃത്ത് മുൽക്ക്, അത് ഏത് ജുസുവിലാണ്, അത് ഏത് ഹിസ്ബിലാണ് വരിക, എത്രാമത്തെ ഹിസ്ബിലാണ് വരിക എന്നുള്ള ഒരു ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യാം നോക്കി പഠിച്ചിട്ട് വരിക. ഇനി എല്ലാ സുഹൃത്തുക്കളും കറക്റ്റ് ആയിട്ടൊരു ജുസുവിന്റെ അവസാനമൊക്കെ അവസാനിക്കണമെന്നുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ വരില്ല. കാരണം സുഹൃത്ത് 10 തന്നെ ഏകദേശം 2.5 ജുസ് ഉണ്ടാവും. 48 പേജ് ഉണ്ടാവും. 20 പേജാണ് ഒരു ജുസ്. അപ്പൊ ഒരു ഹിസ്ബോ 10 പേജാണ്. അപ്പൊ സുഹൃത്ത് 10 തന്നെ എത്ര ഹിസ്ബ് ഉണ്ടാവും? ഏകദേശം 5ഓളം ഹിസ്ബുകൾ സുഹൃത്ത് 10 മാത്രം എന്ത് ചെയ്യും, അവിടെ വരും. ഇനി എന്താണ് റുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ ഹാഫില്ല. അപ്പൊ റുക്കൂ എന്താന്ന് നോക്കിയാ, ജുസ് എന്തായാലും 30, ഹിസ്ബ് എന്തായാലും 60, റുക്കൂ എന്തായാലും 120. ജുസിനെ 4 വരുന്നതാണോ റുക്കൂ? ജുസിനെ 4 ഹിസ്ബിനെ ഉണ്ടാക്കലാണല്ലോ അല്ലെ. റുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥ അടിസ്ഥാനത്തിൽ, അഥവാ ഒരു ആശയം പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ ചില ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്ത് പറയലാണ് റുക്കൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആൻ എത്ര റുക്കൂ ഉണ്ട് എത്ര പറയാം? എന്താ അറിയോ, അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ സുഹൃത്തുക്കൾ വരുമ്പോ ഓരോ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ അവർ പല വിഷയങ്ങളെയും പല കാറ്റഗറി ആയിട്ട് ക്രോഡീകരിക്കും. നമ്മുടെ ഏറ്റവും സുപരിചിതമായ നമ്മുടെ സുഹൃത്താണ് സൂറത്തുൽ കഹ്ഫ്. അവിടെ എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട് അല്ലേ? സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്തില്ലേ? സൂറത്തുൽ കഹ്ഫിലെ സംഭവങ്ങളെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതിനാണ് നമ്മൾ റുക്കൂ എന്താണെന്ന് പഠിക്കാം. ഒന്നാമത്തെ ഭാഗത്ത് എന്തിനെ പറ്റിയാ പറയുന്നത്? അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയമാണ് പറയുന്നത്. എന്നാൽ അതിന്റെ തന്നെ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് നിന്നിട്ട് അൽഹംദുലില്ലാഹി അൻസല അലാ അബ്ദിഹി കിതാബ പറഞ്ഞു കൊടുക്കുന്നിടത്തുണ്ട് പൊതുവായ ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ തന്നെ ഒരു റുക്കുവായി ഡിവൈഡ് ചെയ്ത പണ്ഡിതന്മാരുണ്ട്. ആ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, സഈദൻ ജുറുസ എന്നുള്ള സംഭവം വരെ, സഈദൻ ജുറുസ എന്ന് പറയുന്ന ഭാഗം വരെ എന്താണത് ഖുർആനിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. അള്ളാഹു സന്താനമുണ്ട് എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിച്ചു തന്നുണ്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ, ഈ ദുനിയാവിൽ മുഴുവൻ എന്താണ്, അലങ്കാരങ്ങളാണ്. ഇങ്ങനെയുള്ള പൊതുവായ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അപ്പൊ അത് ഒരു റുക്കൂഇന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരും സഈദൻ ജുറുസ അവിടെ വരെ. അത് കഴിഞ്ഞിട്ട് എന്താ, അം ഹസിബത അന്ന അസ്ഹാബുൽ കഹ്ഫി, അവിടെ മുതൽ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം പറഞ്ഞു വരും. അത് എവിടെ വരെ ഉണ്ട്? പിന്നെ അവര് 309 കൊല്ലാണ് അവിടെ ഉണ്ടായിരുന്ന ആ കഥ മുഴുവൻ വിവരിക്കുന്നിടത്ത് ഒരു ഭാഗം, ഒരു പ്രസക്ത ഒരു കഥ മുഴുവൻ, ഒരു സംഭവം മുഴുവൻ വിവരിക്കണം. അത് എത്രാമത്തെ റുക്കൂആണ്? അത് 2ാമത്തെ റുക്കൂആണെന്ന് പറഞ്ഞു. അല്ലാതെ ആദ്യത്തെ ഭാഗം മുഴുവൻ അസ്ഹാബുൽ കഹ്ഫിന്റെ ഒറ്റ ഭാഗമാണ് എന്ന റുക്കൂആയിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോ ചില തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ 540 റുക്കൂ ഉണ്ടാവും, ചിലപ്പോൾ 530 ഉണ്ടായിരിക്കും, 550 ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പണ്ഡിതന്മാര് ആ റുക്കൂകളെ എണ്ണിയെടുത്ത് ഉണ്ടാവും. ഇനി ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞിട്ട് പിന്നെന്താ ഉള്ളത്? പിന്നെന്താ ഉള്ളത്? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കഴിഞ്ഞിട്ട് സൂറത്തുൽ കഹ്ഫിലെ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കുറച്ചുള്ളൂ, ബാക്കിയൊക്കെയാണ് കൂടുതൽ. അതിന്റെ മുമ്പ് ചെറിയൊരു ഭാഗമുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട. ആ ഭാഗങ്ങളൊക്കെ അതിന് ശേഷം, അതിന് മുമ്പ് ചെറിയ കുറച്ച് ഭാഗങ്ങളുണ്ട്. നരകവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, സ്വർഗവുമായി ബന്ധപ്പെട്ട
കുറച്ച് ആ ഭാഗങ്ങളൊക്കെ എന്താണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കഴിഞ്ഞിട്ടാണ്. പിന്നെ അവിടെ രണ്ട് തോട്ടക്കാരുടെ കഥ തുടങ്ങാം. രണ്ട് തോട്ടക്കാരനല്ല, രണ്ട് സുഹൃത്തുക്കളുടെ അത് രണ്ട് ആളുകളുടെ വിഷയമാണ്. അപ്പൊ അതൊരു ആണ്. അപ്പൊ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഒരു പേജിന്റെ ആദ്യം മുതൽ അല്ലെങ്കിൽ 100ാമത്തെ ആഴ്ച അങ്ങനെ കറക്റ്റ് എണ്ണമൊന്നുമില്ല. ചിലപ്പോ ചില റുക്കുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3-4 ആഴ്ച ഉണ്ടാവും, ഒരു പേജ് ഉണ്ടാവും. ചില റുക്കുകൾ എന്ന് പറഞ്ഞാൽ 3-4 പേജുകൾ തന്നെ ഉണ്ടാവും. കാരണം ഒരു സംഭവം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ തീർക്കണം. അത് കഴിയുമ്പോൾ മുതലാണ് എന്ത് ചെയ്യണത്, പിന്നെ എന്ത് ചെയ്യണത്, പിന്നെ ആരുള്ളത്, പിന്നെ കുറച്ച് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ മുതൽ കുറച്ച് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എവിടെ തോന്നുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിവിടെ തന്നെ ആ വിഷയത്തിൽ. പിന്നെ പിന്നെന്താ പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നബിയുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് കുറെ ഏകദേശം ഒരു 2 പേജ് എടുത്തുണ്ടാവും. അത് കുറെ പേരുണ്ട്. അപ്പൊ അതൊരു റുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവസാന ദുൽഖർനൈൻ രാജാവിന്റെ വിഷയമാണ്. അതൊരു റുക്കുവാണ്. ഏറ്റവും അവസാനം നരകവുമായി ബന്ധപ്പെട്ട സ്വർഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും. അപ്പൊ സൂറത്തുൽ കഹ്ഫ് എത്ര റുക്കുവ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ക്ലാസിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത പണ്ഡിതന്മാരനുസരിച്ച് ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം 6, 5 എന്നൊക്കെ വ്യത്യാസപ്പെടുത്തി നമുക്ക് പറയാം. അപ്പൊ ഇത്ര സംഭവങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു സൂറത്ത്. അപ്പൊ ഒരു സൂറത്തിന് എത്ര ഉണ്ടാവും, പല റുക്കുവുകളും പല വ്യത്യാസങ്ങളും ഉണ്ടാവും. ചില ആൾക്കാര് 5 റുക്കു എന്ന് പറയാം, ചിലപ്പോ 6 എന്ന് പറയാം. എന്നാലും എന്തിനാണ് ഈ റുക്കു ആയി ഡിവൈഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, റുക്കു ആക്കി ഡിവൈഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. റുക്കു എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണഗതിയിൽ ഖുർആനില് നമസ്കാരത്തിന് തന്നെ റുക്കൂ എന്ന് പറഞ്ഞു. റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യണം എന്നാണ്. അവിടെ റുക്കൂ എന്ന് ഉദ്ദേശം എന്താ, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ മാത്രം റുക്കൂ ചെയ്യാന്നാണ് അല്ല, നമസ്കാരത്തിന് തന്നെ അല്ലെ. സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ സുജൂദ് ചെയ്യുന്നത്, ആ സുജൂദ് ഉദ്ദേശം എന്താ, നമസ്കാരം. അപ്പോ ഖുർആനിലും ഹദീസിലും ചില സ്ഥലങ്ങളിൽ റുക്കൂ എന്നും സുജൂദ് എന്നൊക്കെ പറഞ്ഞത് മൊത്തം നമസ്കാരത്തെ പറ്റി തന്നെ അല്ലെ. റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് നബിയെ താങ്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ റഫീഖാണ്, താങ്കളുടെ കൂട്ടുകാരനാകണം. എന്താ പറഞ്ഞത്, നീ എന്നെ സഹായിക്കണം. എന്തുകൊണ്ട്, ധാരാളമായിട്ട് സുജൂദ് ചെയ്യണമെന്നാണ്. അതിന്റെ അർത്ഥം എന്താ, സുജൂദ് ധാരാളം ചെയ്യണമെന്നാണോ, അല്ല. അവിടെ ഉദ്ദേശം എന്താ, നമസ്കാരമാണ് അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ റുക്കൂ എന്നും ചില സ്ഥലങ്ങളിൽ സുജൂദ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആ നമസ്കാരത്തെ തന്നെ പൂർണ്ണമായിട്ട്. ഒരു റക്അത്തിനെ തന്നെ റുക്കൂ എന്ന് പറയാം. റുക്കൂ അങ്ങനെ ഓർത്താൽ മതി. റുക്കൂ ഒരു റക്അത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു അർത്ഥ ശകലം കറക്റ്റാക്കി വേണം നമ്മൾ എപ്പോഴും ഓതാൻ വേണ്ടി. ചിലപ്പോ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ബാലൻസ് എടുത്തിട്ട് എന്ത് ചെയ്യും, അടുത്തൊരു സംഭവത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ഓതിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ചിലപ്പോ ശരിയാവണം എന്നുണ്ടാവുക. അപ്പൊ ആ അർത്ഥം കറക്റ്റ്, ഒരു റക്അത്തിൽ കറക്റ്റ് ഒരു സംഭവം നമ്മൾ ഇപ്പൊ ആലോചിക്കുക. ദുൽഖർനൈൻ ദുൽഖർനൈൻ അവിടെ പോലിങ്ങനെ തുടങ്ങാം. ദുൽഖർനൈൻ രാജാവിന്റെ ആ സംഭവം അവസാനിക്കുന്നിടത്ത്, അവസാനം ആ മതിൽ പൊടിച്ചെത്തിയും ഖിയാമത്ത് നാളാവുമ്പോ അത് നശിക്കുന്നു പറഞ്ഞെടുത്താണ് അത് ശരിക്കും അവസാനിക്കണം അല്ലെ. അത് അവസാനിക്കും. അവിടെ വരെയാണ് ശരിക്കും ഒരു റക്അത്തിൽ നമ്മൾ സാധനം കേട്ടത് ഓതുന്നത്. അതാണ് ഒരു പൂർണ്ണമായ ഒരു സംഭവം നമ്മൾ റക്അത്തിൽ ഓതുക. ആ അർത്ഥം കറക്റ്റ് ആയി വരിക. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോലും, പകുതിക്ക് വെച്ച് എന്ത് ചെയ്യരുത്, മുറിഞ്ഞ് പോകാത്ത ഒരു ശൈലി. അതിനാണ് റുക്കൂ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഖുർആനിലുള്ളത്. അപ്പൊ അതാണ് ആ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. വേറെ എന്തെങ്കിലും നമ്മൾ ഹോംവർക്ക് വെച്ചിരുന്നോ, ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അടുത്ത ക്ലാസ്സിലേക്കുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് എടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ആഴ്ചകൾ നമ്മൾ ഓതി അതിന്റെ തജ്വീദും നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ ഹിഫ്ദൊക്കെ പഠിച്ചിട്ടുണ്ടോ, 3 ആഴ്ചകൾ പഠിച്ചിട്ടുണ്ടോ? ആൾക്കാർ 2 പേർക്ക് ഓതാൻ പറ്റുന്നത് 2 പേര് ഓതോ? ഇവിടെ താരം പഠിച്ചിട്ടുണ്ടാ നോക്കും. ഒതുക്കും ഇനി ഞാൻ ഇവിടെ ആരോഗ്യം ഇപ്പൊ തന്നെ ഇത് കാണാൻ വിളിച്ചിട്ടുണ്ടാവില്ലേ,
ഇപ്പൊ തന്നെ മൂന്നാമത്തെ നോക്കി വായിച്ചത് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. ഒരാൾ നോക്കും ഇങ്ങനെ ആരെങ്കിലും മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ എഴുന്നേറ്റ് തോന്നേണ്ടി വരും. ഫുള്ള് പഠിച്ചു തോന്നാൻ എഴുന്നേറ്റ് വരും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. ഇടക്കിടക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അവിടുന്നായിട്ട് നമുക്ക് ഓതാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ട് രണ്ടാഴ്ചകൾ കവർ ചെയ്തിട്ടുള്ളൂ അല്ലെ? അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നതിന്റെ അർത്ഥം എന്താ? അത് തൗക്കീദാണ്, ഉറപ്പാണ്, നിശ്ചയമായും. അഫ്ലഹ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അഫ്ലഹ ആ വാക്ക് നമ്മൾ വേറെ എന്തായിട്ട് കണക്ട് ചെയ്ത് ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരും. വിജയിക്കുക. അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചിരിക്കുന്നു. ആര് വിജയിച്ചിരിക്കുന്നു? മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇനി ആ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി, അപ്പൊ ഒന്നാമത് ബേസിക് ക്വാളിറ്റി എന്താ? മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ്, ഒരാൾ മുഅ്മിനാകുന്നത് എങ്ങനെയാണ്? ഈമാനിന്റെ തട്ടുകൾ മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്? പ്രധാനമായിട്ടും പറഞ്ഞു. ഈമാൻ എന്താണ്? ഖൗലുൻ ബിൽ ലിസാൻ, ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, അമലുൻ ബിൽ ജവാരിഹ്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? നോക്കിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? ഏത് ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ലെവലിലേക്കാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്. അപ്പൊ അത് എപ്പോഴാണ് ഇഅ്തിഖാദുൻ ബിൽ ഖൽബ് ആവുക? എപ്പോഴാണ് ഖൗലുൻ ബിൽ ലിസാനിൽ തന്നെ നിൽക്കുക? അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോ ഇതെല്ലാം കൂടെ വരുമ്പോഴേ ഒരാൾ എന്താവുള്ളൂ? മുഅ്മിനാവും. നമ്മൾ സാധാരണ മദ്രസയിൽ പഠിച്ച പോലെ ഈമാൻ കാര്യങ്ങൾ എണ്ണി പഠിച്ച് ഞാൻ അള്ളാഹ് വിശ്വസിച്ച്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച്, മലക്കുകളിൽ വിശ്വസിച്ച്, കിതാബിലൊക്കെ വിശ്വസിച്ച് എന്ന് പറഞ്ഞു തീർത്തത് കൊണ്ടോ ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് കൊണ്ടോ മാത്രം എന്തായില്ല? മുഅ്മിനായില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ നിർവചനം പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞത് അമലും ബിൽ ജവാരിഹ്. ഈ പറഞ്ഞൊക്കെ എന്ത് ചെയ്യണം? പ്രാവർത്തികമായി വരണം. അപ്പോഴേ മുഅ്മിനാവും. ഖൗലുൻ ബിൽ ലിസാൻ, ഞാൻ ഇതൊക്കെ ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്നൊക്കെ എണ്ണി പറഞ്ഞില്ല, പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ പറയും പദാർത്ഥത്തിലൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മളെ പല സംസാരത്തിലും പദാർത്ഥത്തിന് നേരെ ഓപ്പോസിറ്റ് ആയ വർത്താനം നമ്മൾ പറയുക. ഇനി ഖിയാമത്തിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ പല പ്രവർത്തനങ്ങളും കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും ലോകം അവസാനിക്കൂല, നമ്മൾ ഒരിക്കലും ഭരിക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും, സംസാരങ്ങളായിരിക്കും നമ്മുടെ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഖൗലുൻ ബിൽ ലിസാൻ, ഇതൊക്കെ നമ്മുടെ നാവിലുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിലോ പ്രവർത്തനങ്ങളോ ഇതൊന്നും വരാത്തൊരു അവസ്ഥ. അപ്പൊ അതാണ് നമ്മൾ മുഅ്മിനൂൻ എന്ന് പറയുന്ന, ഈമാൻ എന്ന് പറയുന്ന വാക്കിന്റെ വിശദീകരണം. ഇനി നമ്മൾ പറഞ്ഞു അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീന യാതൊരു കൂട്ടം. അപ്പൊ ഈ അല്ലദീന ആരാ? മുഅ്മിനൂൻ അല്ലേ? അവരെ പറ്റിയാണ് ഇനി പറയുന്നത്. അല്ലദീന ഹും അവർ ഫീ സ്വലാത്തിഹിം, ഫീ സ്വലാത്തിഹിം അവരുടെ നമസ്കാരങ്ങളിൽ ഖാശിഊൻ, ഖുശൂഉള്ള ആളുകളാണ്. അപ്പൊ ആ ഖുശൂ എന്ന് പറയുന്ന വാക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വിശദീകരിച്ചത്. എന്താണ് ഖുശൂ? എപ്പോഴാണ് ഖുശൂ ആവുക? എപ്പോഴും ഖുശൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ അവസാനം. അവസാനം നമ്മൾ പറഞ്ഞു എന്താ? നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്തൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം പറയും. ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9. ഇവിടെ 1 2 3 4 5 6 7 8 9 9 18 പേര്. ഈ 18 പേരും നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ കിട്ടാൻ, നമുക്ക് കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ ഒരു പോയിന്റ് നമ്മൾ എല്ലാവർക്കും പറയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഈ ഒരു ആയത്ത് വീട്ടിലൊന്ന് പോയി കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ച്, കുറച്ചെങ്കിലും ഒന്ന് പഠിച്ച്, കുറച്ചെങ്കിലൊക്കെ ഒന്ന് മനസ്സിരുത്തി ഈ ആയത്തിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് നമസ്കാരത്തിൽ ഒന്ന് ഖുശൂ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവും, എടുക്കണ്ടേ? നീ പിന്നെ നമ്മളേക്ക് പഠിക്കണമെന്നൊക്കെ ഗുണമുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഖൗലുൻ ബിൽ ലിസാനിൽ മാത്രം മുഅ്മിനൂനൊക്കെ, ബാക്കി നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂ ഒന്നുമില്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ചു വിട്ടുള്ള കാര്യം ഇല്ല. അപ്പൊ എല്ലാവരും ഒരു പോയിന്റ് പറയില്ലേ? അല്ലേ? നമുക്ക് വ്യക്തിപരമായി എന്താ നമസ്കാരത്തിൽ എനിക്ക് ഖുശൂ കിട്ടാൻ, കൂടുതൽ ഖുശൂ ഉണ്ടാവാൻ, കൂടുതൽ ഭയഭക്തി ഉണ്ടാവാൻ ഞാൻ ഇന്ന കാര്യം ചെയ്തപ്പോ എനിക്ക് കുറച്ച് നമസ്കാരത്തിൽ കൂടുതൽ ഖുശൂ കിട്ടി. നമ്മളിത് പറയുമ്പോൾ ബാക്കി ആളുകൾക്കും അത് കേൾക്കാൻ പറ്റും.
നമ്മൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് നമ്മൾ കണ്ടുപിടിച്ചുണ്ടാക്കി പറയാം. നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് കുറച്ച് ഖുശൂ കിട്ടാൻ വേണ്ടി നമ്മള് ടിപ്സ് നമ്മൾ പറയില്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടി എന്നിട്ട് അവിടെ പറയാം നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ തുടങ്ങും, അവിടെ നിന്ന് അല്ലെ ഫസ്റ്റ് ക്ലാസ് പോയി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരറ്റ പോയി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ബാക്കിലേക്ക് പോകും അല്ലെ. ലാസ്റ്റ് ബാക്കിലത്തെ ആൾ വിചാരിക്കും ഞാനാ ലാസ്റ്റ് വിചാരിക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിക്കും നടക്കി ഫ്രണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞു തരും. ഇതൊന്നും പറയാത്ത ഒരു പോയിന്റ് വേണം പിന്നെ നമ്മൾ പറയാം. ഒരാൾ പറഞ്ഞത് രണ്ടാൾ പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ ദിക്കും ഇതിന്റെ മീനിങ് അതിന്റെ മനസ്സിലാക്കിയിട്ട് പറയാൻ അത് വലിയൊരു സംഭവമാണ്. എന്നാ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, എന്നാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം. കാരണം എന്താ, നമസ്കാരത്തിൽ എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ ദിക്കുകൾ കണ്ടുപിടിക്കണോ? പുതിയ ഇന്നിപ്പോ ഏത് ദിക്കുകൾ സുജൂദില് അങ്ങനെ ആലോചിച്ച് നമസ്കരിക്കാനുണ്ടോ? നമസ്കാരത്തിൽ ഇനിയിപ്പോ ഒന്ന് ഫാത്തിയൊക്കെ വരെ എന്താ ഉദാഹരണം അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും നമ്മൾ സാധാരണ രീതിയിൽ ഒരേ ദിക്കുകളും ഒരേ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഉദാഹരണം. അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം പഠിക്കാന്നുള്ളത് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. വർഷങ്ങളായിട്ട് ഒരേ ദിക്കുകളും ഒരേ സുഹൃത്തുക്കളൊക്കെ തോന്നുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം പഠിക്കുക എന്നുള്ളത് എന്താണ്? എളുപ്പമുള്ള പണിയാണ്. എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് ആരും സംഭവിക്കൂല, ശൈത്താനും സംഭവിക്കൂല. കാരണം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ നമസ്കാരം കൊളാക്കാന്ന് അതിനേക്കാൾ അവര് വലിയ മികച്ചൊരു പണിയില്ല. കാരണം എന്താ, ഒരാളുടെ നമസ്കാരം പോയി കഴിഞ്ഞാൽ അവരെല്ലാം പോയി, അവരെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ അവൾ പറഞ്ഞു ആ നമസ്കാരത്തിൽ വിശ്വാസം ഉണ്ടാക്കുന്ന ജിന്നിന്റെ പേരെന്താണ്, ഇബ്ലീസിന്റെ ടീമിന്റെ പേരെന്താണ്, ഖിൻസബ് അല്ലെ. ആളുടെ പണി എന്താ, ഒരാളുടെ നമസ്കാരം എങ്ങനെ ഫസാദിലാക്കാം. അപ്പൊ നമ്മൾ ഈ ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥം പഠിക്കാതിരിക്കാന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ഖിൻസബിന്റെ ആവശ്യം, ഇബ്ലീസിന്റെ ആവശ്യം നമ്മൾ പഠിക്കാതിരിക്കുക. അപ്പൊ നമസ്കാരത്തിന്റെ ദിക്റുകളുടെ സൂറത്തുകളുടെയും ദുആകളുടെയും അർത്ഥം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവും. നമ്മൾ പണ്ട് സ്കൂളിൽ ജനഗണമന പറയുന്നത്, ഇപ്പോഴേ അർത്ഥം എന്താ അറിയില്ലോ. ജനഗണമന എന്ന് പറഞ്ഞാൽ പോലും അർത്ഥം എന്താ അറിയില്ലല്ലോ നമുക്ക്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയി. ഇതുപോലെ നമ്മളിങ്ങനെ നമസ്കാരത്തിൽ നിൽക്കും, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞവരെ അർത്ഥമൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നമസ്കാരത്തിൽ എന്ത് ഖുശിയോടെ കിട്ടാം. നമ്മൾ എന്താണ് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഈ ജനഗണമന പണ്ട് പഠിച്ച പോലെ, വന്ദേമാതരം പഠിച്ച പോലെ ഇങ്ങനെ കുറെ കാണാതെ നമ്മൾ പഠിച്ചു വെച്ചത് നമുക്ക് ഇങ്ങനെ നമസ്കാരത്തിൽ ഇങ്ങനെ ഒഴുക്കി ഇങ്ങനെ പോയി അതിങ്ങനെ ഒരു പോയിന്റിൽ ചെന്ന് അവസാനിക്കലല്ലാതെ അർത്ഥം പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, നമ്മുടെ നമസ്കാരം ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. നമ്മൾ എത്ര ഖുശിയുണ്ടെന്ന് വിചാരിച്ചാലും അത് നമുക്ക് വെച്ചാൽ. ഇനി ഇനിയിപ്പോ ഒരു പോയിന്റ് ഇവിടെ കഴിഞ്ഞു, ഇനി ഒരു പോയിന്റ് ഇവിടെ ഇവിടെ തുടങ്ങി, ഇവിടെ തുടങ്ങാം, അല്ലെങ്കിൽ അവിടെ തുടങ്ങാം, എവിടെ തുടങ്ങി ആദ്യം തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പമാണ്. കുറച്ച് കഴിഞ്ഞ് ഞാനൊരു പോയിന്റ് കിട്ടാതെ വരും. ഇതാണ് ഫ്രണ്ട് വെച്ചിരിക്കണം എന്നാണ്. ശരി, ആദ്യം തന്നെ പോയി ബാക്ക് വെച്ച് പോയിക്കരുത്. ഫ്രണ്ട് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു പോയിന്റ് പറയും. അല്ലേ, ലാസ്റ്റ് നമസ്കാരമാണ് എന്നുള്ളത് ഇസ്ലാമിനെ പഠിപ്പിച്ചൊരു ടിപ്പാണ് ശരിക്കും. പഠിപ്പിച്ചത്. അതായത് ഒരു വിടവ അല്ലെ, ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞാൽ വിടവാന്റെ പ്രശ്നം അല്ലെ. അപ്പൊ നിങ്ങൾ നമസ്കരിക്കണം. സ്വലാത്ത മുവദ്ദിഅ അങ്ങനെയല്ലേ വരിക അല്ലെ, സ്വലാത്ത മുവദ്ദിഅ അങ്ങനെയല്ലേ വരിക അല്ലെ. എന്തെങ്കിലും ചെറിയ വ്യത്യാസം അങ്ങനെ കേട്ടോ. സ്വലാത്ത മുവദ്ദിഅ ഒരു അവസാനക്കാരന്റെ നമസ്കാരങ്ങളോടും ഈ ദുനിയാവിനോടും വിട പറയുന്ന ഒരാളുടെ അവസാനത്തെ നമസ്കാരം പോലെ നിങ്ങൾ നമസ്കരിക്കുക. അന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, ഈ നമസ്കാരമായിട്ടായിരിക്കും ലാസ്റ്റ് ചെയ്യാൻ അടുത്ത യാമത്തെ നാളില് ചെയ്യും. അപ്പൊ അങ്ങനെ സ്വലാത്ത മുവദ്ദിഅ അവസാനത്തെ നമസ്കാരമാണെങ്കിൽ നീയത്തിൽ നിസ്കരിച്ചാൽ എന്ത് ചെയ്യും, പക്ഷെ നമുക്ക് ഇനി ഇങ്ങനെ ഒരു സുജൂദ് ചെയ്യാൻ അവസരം ഇല്ല എന്നുള്ളൊരു നീയത്താണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ഖുശൂ നമസ്കാരത്തിൽ കിട്ടും. അതൊക്കെ നമുക്ക് നമസ്കാരത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ വേറെ പോയിന്റ് പറയുമ്പോൾ അത് നമ്മൾ കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു പോയിന്റാണ്. ഇനിയോ ഇങ്ങനെ ഈ ഓർഡറിലാണ് കേട്ടോ. ഞാൻ അടുത്ത ആള് പുറത്ത് ഇങ്ങനെ 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 ലാസ്റ്റ് ഇങ്ങനെ കറങ്ങി തുടങ്ങി ലാസ്റ്റ് സ്വാരിക്ക ലാസ്റ്റ് പെട്ടെന്ന് തുറക്കും. എല്ലാം നമ്മള് ഓർത്തിരിക്കലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവത്തില് അള്ളാഹു പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാത്തിനേക്കാളും എന്താ അള്ളാഹു ഒരു അതായത് ഒന്നുകൂടെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ആശയം ഉൾക്കൊള്ളണം. നമ്മൾ അള്ളാഹുമാണ് ഏറ്റവും വലിയവൻ എന്നതാണ് അതിന്റെ അർത്ഥം. അർത്ഥം നമുക്ക് മനസ്സിലായി. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മളത് പറഞ്ഞാലും മനസ്സിലാക്കിയാലും ശരിക്കും നമ്മള്
നമസ്കരിക്കുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലുത്. ഇവിടെ നമസ്കാരത്തിൽ മറ്റു പലതുമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായി. അള്ളാഹു അക്ബർ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ വാങ്ങി വെക്കാണ്. വാങ്ങി വെക്കുമ്പോൾ എന്താ പറഞ്ഞത്? അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വാക്ക് വിളിച്ചത് അവിടെ ഏറ്റവും പറഞ്ഞു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറഞ്ഞു. അർത്ഥം എന്താണെന്ന് വെച്ചാൽ അർത്ഥം നമുക്കറിയാം, അള്ളാഹു ഏറ്റവും വലിയവനാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ തിരക്ക് വാങ്ങി വെച്ചിട്ട് നിസ്കരിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അർത്ഥം മനസ്സിലാക്കിയതുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതാണ് ആ ആശയം. നമ്മൾ നമസ്കാരത്തിലുള്ള നീളം അള്ളാഹു അക്ബർ അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബാക്കി എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു അക്ബർ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന വലിയൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അപ്പൊ 3 പോയിന്റുകൾ നമുക്ക് കിട്ടി. ഈ പോയിന്റുകളൊക്കെ നമ്മൾ എഴുതി വെക്കോ? നമ്മൾ എല്ലാവരും പറഞ്ഞ പോയിന്റുകൾ നമുക്കൊന്ന് എഴുതി വെക്കണം. യഥാർത്ഥത്തിൽ ഈ പോയിന്റുകളെല്ലാം നമ്മുടെ പഠന സഹായിയിൽ ഉള്ള പോയിന്റുകളാണ്. നമ്മൾ പറയാത്ത എന്തെങ്കിലും പോയിന്റ് അതിലുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. അതിൽ ഏകദേശം 20ഓളം പോയിന്റുകൾ ഉണ്ട്. 20ഓളം പോയിന്റുകൾ നമസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള 20ഓളം പോയിന്റുകൾ. ആ 20ഓളം പോയിന്റുകൾ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. ഇതില്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇരിക്കട്ടെ. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു അർത്ഥം മനസ്സിലാക്കുക, അവസാനത്തെ നമസ്കാരമാണെന്നുള്ള നിയത്താക്കുക, പിന്നെ അല്ലാഹു അക്ബർ നമസ്കാരത്തിലുള്ള നീളം നമ്മൾ പറയണം, ഒക്കെ നമ്മൾ പറയണം. ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം? അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ആശയം ഉൾക്കൊള്ളും. ഇനിയോ അടുത്തത് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മതി. നമ്മൾ ഭയങ്കര ഒരുപാട് ആലോചിക്കുന്നു വേണം. വളരെ സിമ്പിൾ ആയി നമുക്ക് നമസ്കാരത്തിൽ ഒരു ഖുശൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് മാഷാ അല്ലാഹ്. ഓ അതെ അതെ, നമസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോ ഒരു സ്വർഗവും നരകവും പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മള് നമസ്കരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കല് നമസ്കരിക്കും. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കല് ഒരു ജമാഅത്ത് നമസ്കരിക്കും. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ നാട്ടിലുള്ള സ്ഥലത്ത് പോയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു വീണ്ടും അവർക്ക് ഇമാമായിക്കൊണ്ട് നമസ്കരിക്കും. കാരണം മുആദ് റളിയല്ലാഹു അൻഹു നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന വലിയ ഖുർആൻ പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി ആളുകൾ നാട്ടിൽ കാത്തു കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ച് മുആദ് റളിയല്ലാഹു അൻഹു ചെല്ലും. അങ്ങനെ ഒരു ദിവസം മുആദ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണെങ്കിൽ കുറെ നീളത്തിൽ സൂറത്ത് ഓതിപ്പോയി. ഒരാളെന്ത് ചെയ്തു? നമസ്കാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അയാൾ മുനാഫിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ചെന്നു. രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ചെന്നു. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇയാൾ നമസ്കാരത്തിലൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ ഒരുപാട് രാവിലെ പകല് ജോലി ക്ഷീണിച്ചിട്ട് വന്നിട്ടാണ് ഇങ്ങനെ ഒരു സുഹൃത്ത് പത്തരയുടെ ഓതിയും അപ്പൊ സുഹൃത്ത് പത്തരയ്ക്ക് ഓതിക്കാൻ ഞാൻ നിന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു ചെയ്തു അഫദ്ദാനൻ അൻത യാ മുആദ്, മുആദ് നീ കുഴപ്പക്കാരനാണോ, നീ ഫിത്ന ഉണ്ടാക്കാണോ എന്നാണ് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. എളുപ്പമുള്ള സുഹൃത്ത് ഓതിയാൽ പോരെ, ഒരു കുറച്ച് ഭാഗം അര പേജ് അതൊക്കെ ഓതിയാൽ പോരെ, 3/4 പേജിലുള്ള സുഹൃത്തുക്കൾ ഒക്കെ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ഓതിയാൽ പോരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കാൻ അയാൾ പറഞ്ഞെന്ന് പറയും എനിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സ്വർഗം ചോദിക്കുക നരകത്തിനടുത്തോട്ട് കാവൽ. ഇതല്ലാതെ എനിക്ക് നമസ്കാരം കൊണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. എനിക്ക് സ്വർഗം ഇതിന്റെ വാചകങ്ങൾ തന്നെയാണ്. എനിക്ക് നമസ്കാരം എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, എനിക്ക് സ്വർഗം നരകം. ഈ 2 സാധനങ്ങൾ എന്റെ മനസ്സിലുള്ളൂ എന്നാണ് അയാൾ ആരോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി മറുപടി കൊടുത്തതാ ഞങ്ങളും അതിന് വേണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമസ്കരിക്കുന്നത് കേട്ടോ എന്ന് അയാളോടൊരു ഐക്യദാർഢ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ സ്വർഗത്തെ പ്രതീക്ഷിക്കുകയും നരകത്തെ പേടിക്കുകയും ചെയ്യലാണ് നമസ്കാരത്തിന്റെ ഒരു ലക്ഷ്യം എന്താ രീതിയിൽ എന്ത് ചെയ്യാൻ പഠിക്കാൻ. ഇനിയോ അതെ 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 ഒന്നാമതായി നമ്മളോട് ചോദിക്കുക എന്താണ് നമസ്കാരത്തെ സംബന്ധിച്ച്? അവ്വലുമായി ഒരാളെ നമസ്കാരം എന്ത് ചെയ്യാം? നമ്മൾ വലിയ ദാനധർമ്മിഷ്ടനായിരിക്കും, ഒരുപാട് നോമ്പെടുക്കുന്ന ആളായിരിക്കും, സുന്നത്ത് നോമ്പെടുക്കുന്ന ആളായിരിക്കും, ഒരുപാട് സ്വതന്ത്രകൾ നൽകുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നല്ല അമലുകളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരുപാട് ഖുർആൻ പോകും. പക്ഷെ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരാള് ഏറ്റവും നന്നായി എന്റെ ജീവിതത്തിൽ ചെയ്ത അമലാണോ ഏറ്റവും ആദ്യം ചോദിക്കാം? അല്ല. ചിലപ്പോ ഒരാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചില മേഖലയിൽ വീക്ക് ആയിരിക്കും, ചില മേഖലയിൽ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ നോക്കുക ഇയാൾ ഏറ്റവും നന്നായി ചെയ്ത അമലല്ല അത് എടുത്തു വെച്ചിട്ട് ഏറ്റവും ആദ്യം ചോദിക്കാം അങ്ങനെയാണോ? അല്ല. പിന്നെ ഏറ്റവും ആദ്യം ആരായാലും ഏറ്റവും ആദ്യം ചോദിക്കുന്നതിനെ പറ്റിയാ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ആ ഒരു ബോധം നമുക്ക് വേണം. ആ ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോ അള്ളാന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്റെ ദുനിയാവിന്റെ വിഷയങ്ങളോ കച്ചവടത്തിന്റെ വിഷയങ്ങളോ അതോ ഇതൊന്നും അല്ല എന്ത് ചെയ്യാം നാളെ കുറച്ചൊരു ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ച് എന്റെ ബിസിനസിനെ പറ്റി, എന്റെ കച്ചവടത്തെ പറ്റി, അതിനെപ്പറ്റി, ഇതിനെപ്പറ്റി, ഇടപാടിനെ പറ്റി, അത് ഇതൊന്നുമല്ല. പക്ഷെ ഏറ്റവും ആദ്യം ചോദിക്കാം നമസ്കാരത്തെ. ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമസ്കാരത്തിൽ കൂടുതൽ
വിഷയമുണ്ടാവും. പക്ഷെ ഏറ്റവും ആദ്യം ഹിസാബിൽ എടുക്കുക നമസ്കാരത്തിന്റെ വിഷയമാണ്. അല്ലെ എഴുതല്ലേ? ഒക്കെ നമ്മൾ പോയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഒന്നാമതായി നമ്മൾ വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മൾ ശരിയാക്കുന്ന നന്നാക്കുന്ന അമലുകളിൽ ഏറ്റവും നല്ലതായിരിക്കുന്നത് ഏതായിരിക്കണം? ഒന്നാമതായിരിക്കണ്ടേ? അത് നമസ്കാരം. ഇനിയോ ഖബർ ശിക്ഷയെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? നമ്മള് ആലോചിക്കാം. കാരണം ക്രിയാമത്താണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. എന്ത് ഈ കുറെ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, 10,000 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, ഈ ഇമാമത്തി വരാണ്ട് ഇനി ദജ്ജാൽ വരാണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാം. കുറെ ആളുകളൊക്കെ വന്നു പോകാനുണ്ട്. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഹിസാബൊക്കെ. നമ്മൾ ഇതിനു മുമ്പ് എന്ത് ചെയ്യാനുണ്ട്? നാളെ മരിച്ചാൽ നാളെ രാവിലെ പോലെ നമ്മൾ ഖബറിലാണ്. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെട്ടത് എന്താണ്? നമസ്കാരങ്ങളും അമലുകളൊക്കെ മാത്രം തന്നെയാണ് എന്ത് ചെയ്യാം? നമുക്ക് നാളെ ഖബറിലെ രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മൾ നാളെ ആലോചിക്കുക, നമ്മുടെ ഖബർ വിശാലമാക്കാനാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഈ നമസ്കാരങ്ങളും നമ്മുടെ അമലുകളും കൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കണം എന്താ? നമ്മുടെ ഖബർ വിശാലമാകുകയും പ്രകാശപൂരിതമാകുകയും ചെയ്യണം. കാരണം ഒരാളുടെ ഖബറിലേക്ക് അയാൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അയാളുടെ വലതുഭാഗത്ത് ഒരാൾ നടന്നു വരുന്നതാണ്. നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ നടന്നു വരുന്നതാണ്. എന്നോട് ഈ മനുഷ്യൻ ചോദിക്കും, നീ ആരാണ് ചോദിക്കുന്നത്? നീ നല്ല വാർത്തയുമായി വന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ ചോദിക്കും. അയാൾ പറയുന്നത്, ഞാൻ നിന്റെ അമലുസ്വാലിഹാത്തുകളാണ്, നിന്റെ അമലുസ്വാലിഹാത്തുകളാണ്. അപ്പൊ അത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായിരിക്കും ഞങ്ങളുടെ നമസ്കാരം. അപ്പൊ നമ്മൾ നാളെ ഖബറിൽ കിടക്കുമ്പോ ഇരുട്ട് നിറഞ്ഞ ആ ഖബർ മുഴുവൻ ഇരുട്ട് ഒരൊറ്റക്ക് നമ്മൾ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോ നമുക്ക് രക്ഷപ്പെടുത്തുന്നതാണ് ഈ നമസ്കാരമാണ് എന്നുള്ളൊരു ബോധം നമുക്ക് എന്ത് വേണം? നമുക്ക് ഉണ്ടാകും. ഇങ്ങനെയുള്ള ബോധങ്ങളോട് കൂടി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞത്. പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിക്കാൻ. അതായത് പറഞ്ഞത് നമ്മൾ അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. അല്ലെ? നമ്മൾ നമസ്കരിക്കുക, നമ്മൾ എന്താണ് എല്ലാ അമലുകളെയും അവസാന ഉദ്ദേശം എന്താണ്? നമ്മുടെ നമസ്കാരത്തിലേക്ക് ഏറ്റവും ആദ്യം പറഞ്ഞെന്താ? ആരുടെ തൃപ്തി? നമ്മൾ ആരുടെയൊക്കെ തിരിയണത്? നമ്മുടെ അവസാന നമസ്കാരത്തിന്റെ അവസാനം അള്ളാഹുവിന്. അപ്പൊ ഇത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിച്ചാണ് ഞാൻ നമസ്കരിക്കുന്നത്, നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധം. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്ത് പറഞ്ഞു, ആരെങ്കിലും നോക്കിയാ ആരെങ്കിലും നോക്കിയോ? അവസാനം സൂറത്ത് ശുഅറയുടെ അവസാന ഭാഗത്ത് നോക്കിയോ? അല്ലദീ യറാക്കും ഹീന തഖൂമൂന. അല്ലദീ യറാക്കും, അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ഹീന തഖൂം, നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അള്ളാഹ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ല നമ്മളെ. പക്ഷെ നമസ്കാരത്തിന്റെ സമയത്തോ ഒരു പ്രത്യേകമായ ഒരു തോട്ടാണ്. അള്ളാഹുവിന്റെ ഹിജാബ് മാറ്റിക്കൊണ്ട് അള്ളാഹ് പ്രത്യേകമായി ഒരു മറയില്ലാതെ തന്റെ അടിമയോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറെടുക്കുന്ന സമയമാണ് നമസ്കാരത്തിന്റെ സമയം. അപ്പൊ ആ അള്ളാഹിന്റെ മുമ്പിലാണ്, ആ അള്ളാഹുവിലേക്കാണ് ഞാൻ എന്ത് ചെയ്യണത്? ഈ നമസ്കാരത്തെ സമർപ്പിക്കുന്നത്. ആ ഒരു ബോധം എന്ത് ചെയ്യണം? നമുക്ക് വേണമെന്ന്. ഇനിയോ ഈ വേറെ പോയിട്ട് ഇവിടെ 4 അപ്പോ മരണത്തെ കുറിച്ച്, അല്ലെ? മരണത്തെ കുറിച്ചൊരു ഓർമ്മ നമുക്ക് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഒരു വിഷയം കൂടെ അതിൽ കൂട്ടിച്ചേർക്കാം. ഏത്? അവസാനത്തെ നമസ്കാരമാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മരണം, ഓരോ നമസ്കാരങ്ങളും ഓരോ അവസരങ്ങളാണ്, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് ആണ് ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ. അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ് നമസ്കാരം. നമ്മൾ അള്ളാഹ് ചെയ്യുന്നത് ഔദാരി അല്ല നമസ്കാരം, പിന്നെ ഒരു അവസരമാണ്. അപ്പൊ മരണത്തെ കുറിച്ച് ഓർക്കുക. കാരണം ഇവിടെ പറഞ്ഞത് സൂറത്തുൽ മുഅ്മിനൂനിലെ തന്നെ ഒരു ആയത്താണ്. ഏതാണ് ആയത്ത് അറിയോ? ഒരാളുടെ അടുക്കലേക്ക് ഒരിടത്തേക്ക് മരണം വരുമ്പോ ഏറ്റവും ആദ്യമാണ് പറയുന്നത് അറിയോ? തലവം തിരിച്ചോ, അപ്പൊ തിരിച്ചേക്കാം. എന്നിട്ട് തിരിച്ചേക്കാൻ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് അറിയോ? അപ്പൊ ഒഴിവാക്കിയ അമല് ചെയ്യാനാണ്. പുതിയ അമലൊന്നല്ല. രാത്രി മുഴുവൻ നിസ്കരിക്കാൻ, ഫുൾ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ, അതൊന്നല്ല. ഒഴിവാക്കിയ അമല്. അതിന്റെ അർത്ഥം എന്താ? അവസരം കിട്ടിയിരുന്നു. പാൽ കുടിച്ചു കഴിഞ്ഞപ്പോ പള്ളിയിലേക്ക് പോയി നമസ്കരിക്കാനുള്ള അവസരം അവിടെ എനിക്ക് ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേക്കാനൊക്കെ എനിക്ക് പറ്റുമായിരുന്നു. ആ പറ്റുമായിരുന്നു എന്നുള്ളതിന് ആ അവസരം ഉണ്ടായിരുന്നു, എന്നിട്ടും ഒഴിവാക്കിയത്. അതിനാണ് അവസരങ്ങൾ ഉണ്ടായിട്ടും ഒഴിവാക്കിയത്. ഓരോ അവസരമാണ് ഓരോ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോ ആ മരണം എന്ന് പറയുന്നത് എന്താണ്? മരണത്തെ കുറിച്ച് ഒരാൾ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിലായിട്ട് എന്താ ബോധ്യം വേണ്ടത്? മരണത്തിന്റെ സമയത്ത് ഞാൻ ചിന്തിക്കുക, ഈ നമസ്കാരം എനിക്ക് ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു, ഈ
ഇപ്പൊ ഞാൻ നമസ്കരിച്ച ഇശാ നമസ്കാരം ഒന്നുകൂടെ നന്നാക്കാനായിട്ട് നമുക്ക് ചിന്തിക്കണപ്പോഴാ മരണത്തിന്റെ സമയത്താണ്. ഇല്ലാത്തപ്പോഴോ നമ്മളെന്തെങ്കിലും ദുനിയാവിന്റെ തിരക്കിലേക്ക് ഇടയിൽ കൂടെ ഒന്നെങ്കിലും സ്പിരിച്ചിട്ട് നമ്മൾ പോരല്ലാതെ നമുക്കൊന്നും ഓർമ്മ. അപ്പൊ മരണത്തെ കുറിച്ചുള്ള ഒരു ചിന്ത എന്ത് ചെയ്യും? നമ്മുടെ നമസ്കാരം നന്നാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇനിയോ അതെ മാഷാ, ഇവിടെ ഇതിലൊരു പോയിന്റ് കൂടെ ഇതിലുള്ള ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റാണ് സുന്നത്ത് നമസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക. കാരണം തന്നെ പഠിപ്പിച്ചാണ് ഒരാള് സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തായ കർമ്മങ്ങൾ പൊതുവെ ധാരാളമായി അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭക്തിന്റെ പോരായ്മകൾ അതിൽ മാറ്റി കിട്ടും. നമ്മുടെ നമസ്കാരത്തിന്റെ ഖുശൂവിനെ സംബന്ധിച്ച് പറയുമ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ എങ്ങനെ നമ്മൾ സഹായിക്കാം? ട്രയലാണ് അല്ലെ, ഒരു വാമമാണ് എന്ത് സുന്നത്ത് നമസ്കാരം എന്ന് പറയും. കാരണം ഇപ്പോ സുബഹി നമസ്കാരത്തിന് മുമ്പ് ഒരിക്കലും എന്ത് ചെയ്യാറില്ലായിരുന്നു? ആ സുന്നത്ത് നമസ്കാരം ഒഴിവാക്കാൻ യാത്രയിൽ പോലും സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് ഒഴിവാക്കാറില്ലായിരുന്നു എന്നാണ്. എന്റെ കാരണം എന്താ? ആ സുബഹി നമസ്കാരത്തിന് ചെല്ലുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ അവിടെ എന്താവും? ഓൾറെഡി നമ്മൾ ഒന്ന് നമസ്കാരത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ വരും. പിന്നെ നമ്മൾ ഫർദ് നമസ്കരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജി, ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ഒരു മടുപ്പുണ്ട്. നമുക്ക് തിരക്കിലൂടെ ഓടി നമ്മൾ സ്പീക്കുമ്പോൾ നമുക്ക് ആ തിരക്കില് കുറെ കാര്യങ്ങൾ നമ്മൾ കിട്ടും. എന്നാൽ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു വാമപ്പ് പോലെയാണ് എന്ത് ചെയ്യാം? നമുക്ക് നമസ്കാരത്തിൽ കിട്ടും. പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മൾ ഒരു 2 റൗണ്ട് ഓടാൻ നിന്നാലോ 2 കിലോമീറ്റർ ഓടാൻ നിന്ന് എന്ത് ചെയ്യും? നമ്മള് വീണുപോകും. നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു നമസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിക്കൊണ്ട് നാളെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ നമസ്കാരത്തിലെ പോരായ്മകൾ എന്തുകൊണ്ടാണ് പരിഹരിക്കുന്നത്? സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഫർദ് നമസ്കാരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഖുശൂഇനെ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഹദീസിന്റെ ഷർഹിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിന്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് ഫർദ് നമസ്കാരങ്ങളിൽ ഉണ്ടായിട്ടുള്ള അശ്രദ്ധകൾ, ശ്രദ്ധയില്ലാതെ നമസ്കരിച്ച സമയങ്ങളും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും? സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന. ഇനിയോ അടുത്തൊരു പോയിന്റ്, മാക്സിമം ജമാഅത്തായിക്കൊണ്ട് തന്നെ നമസ്കരിക്കാൻ. അത് നമുക്ക് ഖുശൂഇൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്ന് ആലോചിച്ച് നോക്കുക. ജമാഅത്തായ നമസ്കാരം നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കാം. നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴല്ലേ ശരിക്കും നമുക്ക് കൂടുതൽ ഖുശൂ കിട്ടേണ്ടത്? നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഓർമ്മിച്ചാണോ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോഴാണ് സുജൂദിൽ നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാം. കണ്ണടച്ചിരിക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്കും കണ്ണടച്ചിങ്ങനെ നമ്മൾ ധ്യാനിക്കണം, മെഡിറ്റേഷൻ ചെയ്യണോ, നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിങ്ങനെ അങ്ങനെ നമുക്ക് ശരിക്കും കൂടുതൽ ഖുശൂ കിട്ടാതെ നമുക്ക് തോന്നാം. പിന്നെ എന്തിനാ പഠിച്ചു പറഞ്ഞാൽ സുജൂദിലേക്ക് നോക്കാൻ പറഞ്ഞതിനാ, സുജൂദിലേക്ക് പിന്നെ നോക്കാൻ പറഞ്ഞതിനാ. ഇനി നമ്മളിപ്പോ ആലോചിക്കാം, ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴല്ലേ നമുക്ക് എളുപ്പം കിട്ടാം. ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഖുശൂ കിട്ടുന്നത്. ആളുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പല ശ്രദ്ധയിലായിരിക്കും. അപ്പുറത്തേക്കാണ് മൊബൈൽ ഇങ്ങനെ നമ്മൾ നോക്കും, അപ്പുറത്തേക്കാണ് കണ്ണാടി നോക്കും, അപ്പുറത്തേക്ക് ആളെ നോക്കും, കുട്ടികൾ ആരെങ്കിലും ഇടയിൽ ഓർമ്മ അത് നോക്കും, അതൊക്കെ പള്ളിയിലോ അതൊക്കെ നോക്കും. ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴേ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ ഈ ജമാഅത്തായി നമസ്കരിക്കുക എന്നതിലൊരു ഹിക്മത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ നമുക്ക് എന്താണ് നല്ലത് എന്ന് അറിയുന്നവരാരാ? അല്ലാഹു. നമുക്ക് എപ്പോഴാണ് കൂടുതൽ ഖുശൂ കിട്ടേണ്ടത്, നമുക്ക് എപ്പോഴാണ് നമുക്ക് എന്താണ് കൂടുതൽ നല്ലത് എന്ന് നമ്മുടെ യുക്തിയേക്കാൾ നന്നായി അറിയുന്നവരാരാ? അല്ലാഹുവാണ്. അപ്പൊ കണ്ണടക്കുമ്പോഴാണ് കൂടുതൽ ഖുശൂ കിട്ടുന്നത് എങ്കിൽ പക്ഷെ നമ്മളോട് കണ്ണടച്ച് നമസ്കരിക്കാൻ പറഞ്ഞത്. കണ്ണടച്ചുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഖുശൂ കിട്ടുന്നത് എങ്കിൽ അത് നമ്മളോട് കണ്ണടച്ച് നമസ്കരിക്കാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കണ്ണ് തുറന്നു നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ഖുശൂ കിട്ടുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്, നമ്മൾ അതിനെ ആ കലാപത്ത് കണ്ടെത്താത്തതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നല്ല ഖുശൂവിലൊക്കെ നമസ്കരിക്കാൻ. അല്ല, ആ ജമാഅത്തിൽ എന്തുണ്ട്? ഒരു ബർക്കത്തുണ്ട്. ആ ജമാഅത്തിലാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ ഖുശൂ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ, അതാണ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങളെക്കാൾ വലുതാണ് അള്ളാഹ് നമ്മളോട് ഉപദേശിച്ചത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാണ്. അതെന്താ നമസ്കാരത്തിന്റെ വിഷയത്തിലും നമുക്കിപ്പോ അന്ന് പറഞ്ഞിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സുബഹിസ്കാരം. അപ്പൊ 7-8 മണിക്കൊക്കെ നമസ്കരിക്കാനാണെങ്കിൽ എല്ലാ സുഖം. ഒരു ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് പോയി സുബഹിസ്കരിച്ചാലോ നമ്മൾ വിചാരിക്കും അപ്പോഴല്ലേ കുറച്ചും കൂടെ ഖുശൂ കിട്ടുക അല്ലെ, അങ്ങനെ നമ്മൾ വിചാരിക്കാം. എന്നാ പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് സുബഹിസ്കാരം എന്തിനാ? നമ്മളെന്താ വിചാരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് 7-8 മണിക്കാണെങ്കിൽ മുമ്പ് ഉഷാറായിട്ട് സുബഹിസ്കരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലോ കുറച്ചും കൂടെ ശ്രദ്ധ ഇല്ലാത്ത സമയമാണല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കാം. അല്ല,
ആ സമയത്താണ് നമുക്ക് ഖുശൂ ഉണ്ടാകും. നമുക്കൊരിക്കലും തീർന്നില്ല അത് മനസ്സിലാക്കില്ല. അപ്പൊ ജമാഅത്താക്കുക, അതുപോലെ നമ്മള് പരമാവധി ഒറ്റ നമസ്കാരങ്ങൾ ഒഴിവാക്കുക, ജമാഅത്താക്കുക, ഇതൊക്കെ എന്ത് തന്നെയാണ്? നമുക്ക് നമ്മുടെ യുക്തിയേക്കാൾ ഉപരി അള്ളാഹു നമ്മളോട് ഉപദേശിച്ച കാര്യങ്ങളിലാണ് കൂടുതൽ ഖൈറുള്ളത് എന്നുള്ള ഒരു ചിന്ത. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഖുശൂ നമസ്കാരത്തിൽ കിട്ടും. ഇനി പോയിന്റ് ഓർത്തിച്ച് കോപ്പി അടിച്ച് നമ്മുടെ ഇപ്പോൾ ഒരാളിനോട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ പടത്തോട് സംസാരിക്കും. നമ്മുടെ കൈ കാണുന്നുണ്ട്, വാക്കുകൾ കേൾക്കുന്നുണ്ട്. അത് അതുപോലെ അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം, അല്ലെ? പറഞ്ഞത് ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹുമായി. നമസ്കാരം എന്ന് പറയുന്നത് ഒരു മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള ഒരു സംഭാഷണമാണ് നമസ്കാരം. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഒരു ഖൗലുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാണ് അള്ളാഹു നിങ്ങളോട് സംസാരിക്കണമെന്ന്, അള്ളാഹു നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടത്? അതായത് നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അത് അള്ളാഹുവിനോടുള്ള സംസാരമാണ്. അള്ളാഹ് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹ് നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതണം. അപ്പൊ അള്ളാഹ് നിങ്ങളോട് സംസാരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അറിയോ? നിങ്ങൾക്ക് അള്ളാഹിനോട് സംസാരിക്കണം, അള്ളാഹ് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമസ്കാരിക്കും. കാരണം നമസ്കാരത്തിൽ എന്തുണ്ട്? ഖുർആനും വരും, അള്ളാഹ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ അള്ളാഹിനോട് സംസാരിക്കും. അപ്പൊ അള്ളാഹിനോടൊരു സംഭാഷണമാണ്, അല്ലെ? കാരണം ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹ് എന്ത് പറയും? എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്ന. രണ്ടായിരത്തി കൂടെ കഴിയുമ്പോൾ പരസ്യം എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്ന. അപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണം. അപ്പൊ ഇതൊരു ചോദ്യം സംഭാഷണമാണ്. ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ പടച്ചോൻ എനിക്ക് അവിടുന്ന് ഏഴാനാകാശത്തിന്റെ അപ്പുറത്ത് എനിക്ക് മറുപടി പറയുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടെങ്കിലോ നമസ്കാരത്തിൽ കൂടുതൽ ഖുശൂ ഉണ്ടാവും, കൂടുതൽ ശ്രദ്ധ ഉണ്ടാവും. അതാണ് വലിയൊരു പോയിന്റാണ്, ഒരു സംഭാഷണം. അപ്പൊ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ബോധം, അത് വേറെ. അള്ളാഹിനോട് നമ്മൾ സംസാരിക്കുകയാണ് എന്നുള്ള ഒരു ബോധം, അത് വേറൊരു ബോധം. ഇനിയോ ഇനി ഇവിടെ ഒരു പോയിന്റ് ഞാൻ അവിടെ തന്നെ വിടുന്നതാണ്. അതെ അല്ലെ? നമസ്കാരത്തിന്റെ മസ്ലഹത്തുകൾ, നമസ്കാരം കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യും? നമസ്കാരത്തിൽ കൂടുതൽ ഖുശൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വിഷയം തന്നെയാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം ഒരു പ്രൊട്ടക്ഷനാണ്, നമസ്കാരം ഒരു പരിചയമാണ്, ഒരു ഷീൽഡാണ്. എന്തിൽ നിന്ന്? അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശങ്ങളിൽ നിന്നും, ഫാഹിഷത്തുകളിൽ നിന്നും, അനാവശ്യങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമസ്കാരം എന്ന് പറയും. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് എന്താ? ഒരു പടയെങ്കി പോലെ കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്ന ഒരു ഗുണമാണ് എന്ത്? തെറ്റുകളിൽ നിന്നും അയാളെ പടച്ചവൻ എന്ത് ചെയ്യും? സംരക്ഷിക്കും. അയാൾ എന്ത് ചെയ്യണ്ട? അത് തെറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഉപരി അള്ളാഹ് അയാൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. എന്തിൽ നിന്ന്? തെറ്റുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ അള്ളാഹ് നൽകും. അപ്പൊ നമസ്കാരത്തിന്റെ വലിയൊരു ഗുണം, നമസ്കാരത്തിന്റെ വലിയൊരു പോസിറ്റീവാണ്. നമ്മുടെ നമസ്കാരം കൊണ്ട് അള്ളാഹ് നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തും എന്നത് വലിയൊരു പോയിന്റ്. അപ്പൊ ആ ഗുണം പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമസ്കാരത്തിലൊരു ഖുശൂ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, അള്ളാഹ് പറയുകയാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പക്ഷെ നമ്മുടെ നമസ്കാരം കൊണ്ട് തെറ്റുകൾക്ക് മാറി കുറച്ചുണ്ടാവും. ഇല്ലെങ്കിൽ പ്രശ്നം ഒന്നിലേക്ക് കുറച്ചോന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ പോരായ്മ ഉണ്ട്. ഇതിലേതാ? നമ്മുടെ നമസ്കാരത്തിൽ പോരായ്മ ഉള്ളതുകൊണ്ടാണ് എന്ത്? തെറ്റിൽ നിന്ന് മാറിക്കാൻ കഴിയാത്തത്. നല്ല നമസ്കാരക്കാരാണെങ്കിൽ അള്ളാഹ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറിക്കാൻ കിട്ടണില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമസ്കാരം ശരിയാൻ പാടില്ല, നമസ്കാരത്തിൽ ഖുശൂ ഇല്ല, നമസ്കാരത്തിൽ ശ്രദ്ധയില്ല, നമസ്കാരത്തിൽ അള്ളാഹിനോടുള്ള സംഭാഷണം അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്? നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള, തെറ്റുകളെ തൊട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് പലപ്പോഴും കിട്ടാത്തത്. അത് കിട്ടാതെ വരുമ്പോ നമ്മൾ നമസ്കാരത്തിന് കുറ്റപ്പെടുത്തല്ല പെട്ടത്, പിന്നെ നമ്മുടെ നമസ്കാരത്തിന്റെ പെർഫോമൻസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറ്റപ്പെടുത്തുന്നത്. അപ്പൊ ആത്മാർത്ഥമായി ഖുശൂവോടുകൂടി അള്ളാഹിനോട് സംസാരിച്ചുകൊണ്ട് ആസ്വദിച്ച് നമസ്കരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹ് ഒരു പ്രൊട്ടക്ഷൻ നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. ഇനിയോ? ഇനി ഇവിടെ തന്നെ മനസ്സിലാക്കി.
ചുവന്നത്തില് നമ്മള് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയും. അതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞത് നമ്മൾ മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ചേർത്ത് വായിക്കുന്ന ഒരു പോയിന്റാണ്. നമ്മൾ നമസ്കാരത്തിൽ പൊതുവായിട്ടുള്ള ദിക്റുകളുടെ ദുആന്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇപ്പൊ പറഞ്ഞ പോയിന്റുമായിട്ട് നമ്മുടെ ഇതിലുള്ള ഒരു പോയിന്റ് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം സുബ്ഹാന റബ്ബിൽ അഅല സുബ്ഹാന റബ്ബിൽ അലീം. ദിക്റുകൾ മാറി മാറി എന്ത് ചെയ്യാം ചൊല്ലുക. ദിക്റുകൾ മാറി മാറി ചൊല്ലുക. ഒരേ സാധനം തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരേ സുഹൃത്തും ഒരേ ദിക്റുകൾ മാത്രമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ശ്രദ്ധ കുറയും. നമ്മൾ ദിക്റുകൾ മാറി മാറി ചൊല്ലുന്നത് എന്ത് ചെയ്യും? നമുക്ക് നമസ്കാരത്തിൽ ആ ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പലപ്പോഴും നമുക്ക് ശ്രദ്ധ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. സുജൂദിൽ തന്നെ എത്ര ദിക്റുകളാണ് നമ്മൾ പഠിപ്പിച്ചത്. സുബ്ഹാന റബ്ബിയൽ അഅല, പിന്നെയോ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, പിന്നെയോ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, പിന്നെയോ സുബ്ഹാനൽ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറബ്ബ്. എന്തോരം ദിക്റുകൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ സുജൂദിൽ നമുക്ക് ദുആ ചെയ്യാം. വഖിനാ അദാബന്നാർ, അല്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലേ? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇതൊക്കെ നമുക്ക് സുജൂദിൽ പ്രാർത്ഥിക്കാം. എപ്പോഴും ഒരേ ദിക്റ് നമ്മൾ സ്ഥിരമായി പണ്ട് പഠിച്ച അതേ സുബ്ഹാന റബ്ബിൽ അഅല, സുബ്ഹാന റബ്ബിൽ അഅല. അത് മാത്രമല്ലാതെ ദിക്റുകൾ മാറി മാറി ചൊല്ലാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു സുജൂദിൽ നമ്മൾ എന്ത് ചൊല്ലി തൊട്ടടുത്ത സുജൂദിൽ എന്ത് ചെയ്യാം? നമുക്ക് വേറെ ദിക്റ് ചൊല്ലാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ മാറി. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സുജൂദിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ അല്ലാഹുവോട് ആവശ്യപ്പെടുക. നമ്മൾ ഒരുപക്ഷെ ഒന്നാമത് ആവശ്യമില്ല. അതായത് മിനിമം എന്ത് ചെയ്തിരിക്കണം? സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ഒരു തവണയെങ്കിലും ഒരാൾ ചൊല്ലിയിരിക്കണം. പ്രാർത്ഥനകൾ ചൊല്ലാം. സുജൂദിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന അല്ലാതെ നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഫർദ് നമസ്കാരം പണ്ഡിതന്മാർ പറഞ്ഞെത്രത്തോളം വെച്ചാൽ അറബി ഭാഷ അറിയില്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യാം? ഫർദ് നമസ്കാരത്തിന്റെ സുജൂദിൽ ചോദിക്കാം. പക്ഷെ ഏറ്റവും അഫ്ദൽ എന്താണ്? അറബി ഭാഷയിൽ തന്നെ ചോദിക്കലാണ്. അതിലും ഏറ്റവും അല്ല, ഫർദിലും അനുവദനീയം. ഫർദ് നമസ്കാരത്തിലും എന്ത് ചെയ്യാം? ഒരാൾക്ക് സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ, ഈ ദിക്റുകൾക്കും ചിലത് ദിക്റാണ്, ചിലത് ദുആണ്. അറബി ഭാഷ അറിയാത്തവരാണ്. അതായത് ഇതിനിങ്ങനെ ഗ്രഹിക്കാം. ഒരാൾക്ക് മലയാളത്തിൽ ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാം. എപ്പോ അയാൾക്ക് അറബിയിൽ അത് ചോദിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ ഈ ചിലപ്പോ നമുക്ക് നമ്മൾ എന്താ ആൾക്കാരോട് ചോദിക്കണം? ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്താ ഇപ്പൊ ചോദിക്കണം? അപ്പോ നമ്മുടെ എന്തെങ്കിലും ഒരു കച്ചവടത്തിനൊരു പ്രയാസമുണ്ട്, ആവശ്യത്തിനുണ്ട്. സുജൂദിലിരിക്കുന്നത് പല വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചതായിട്ടുള്ള വിഷയം തന്നിട്ടുണ്ട്. തന്നെ നമസ്കാരത്തിൽ ചോദിക്കാം. നമസ്കാരത്തിൽ പുറമെ സുജൂദുകളിൽ ചോദിക്കാൻ, സുജൂദുകളിൽ നിങ്ങൾ അല്ലാഹുവോട് ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവങ്ങളുണ്ട്. ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ ഹദീസുകൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിന്റെ ഫത്വകൾ എന്തെങ്കിലും എന്ത് ചെയ്യാം? കൊണ്ടുവരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇന്ന് നമ്മള് ക്ലാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പില് പറയാം, നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ സുജൂദുകളിൽ നമുക്ക് ഈ പറയപ്പെട്ട ദിക്റുകൾ, സുന്നത്തായി പറയപ്പെട്ട ദിക്റുകൾ അല്ലാത്ത ദുആകൾ നമുക്ക് ചോദിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫത്വകളോ അതിന്റെ വിഷയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അപ്പൊ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആക്കി ആ വിഷയങ്ങൾ പറയാം. അപ്പൊ അത് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം. ഇനി അടുത്തൊരു പോയിന്റ് കേട്ടില്ല, വളരെയധികം കേട്ടില്ല, ആ വാക്ക് കേട്ടില്ല. ആ നല്ല കാര്യങ്ങള് ഒരു കണക്ഷൻ കിട്ടില്ല. നമ്മൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമസ്കരിക്കാന്നുള്ളത്. അതായത് നമ്മളിപ്പോ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഏറ്റവും പ്രധാനമായി നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് പറഞ്ഞതുകൊണ്ടാണ്, അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ 5 നേരം നമസ്കരിക്കാം, ഈ ഫർദായിട്ട് ഞാൻ ഇന്നുപോലെ 6 നേരം നമസ്കരിക്കും, അത് വെച്ചോ? ഇല്ല. അപ്പോ നമ്മുടെ നമസ്കാരത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് അള്ളാഹു നമുക്ക് ഇത് ഫർദാക്കിയത്? എന്തിനാണ് അള്ളാഹു നമ്മുടെ മേലിൽ നമസ്കാരത്തെ
നിർണയിച്ചു തന്നത് എന്ന ഒരു ബോധ്യം ആദ്യം തന്നെ നമുക്കൊന്നുണ്ടാവണം. ഞാൻ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ് ഈ നിറവേറ്റുന്നത് എന്ന ഒരു ബോധ്യം നമുക്ക് വേണം. അള്ളാഹ് കൽപ്പിച്ചതാണ് എന്ത് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ സൗകര്യത്തിന് എനിക്ക് പറ്റുന്നത് പോലെ എന്റെ സൗകര്യാർത്ഥം അല്ല. പിന്നെ അതാണ് നമസ്കാരത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന, ഞാൻ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കൽപ്പന നിറവേറ്റാൻ അത് നമസ്കാരത്തിൽ നിന്നുണ്ടാക്കും നമുക്ക് കൂടുതൽ ഖുശൂവിനെ. ഇനി പോയിട്ടോ ഇനി യൂസഫ് നമസ്കാരത്തിലെ ഖുർആനിന്റെ പാരായണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം അത് വലിയ വിഷയം തന്നെ. കാരണം നമ്മള് സാധാരണ നമസ്കരിക്കാൻ കഴിഞ്ഞാല് ഇങ്ങനെ പോകും. ഇത് സുഹൃത്താണെങ്കിലോ നമ്മൾ ചെറുമായ ആമീൻ എന്ന് പറഞ്ഞ് തീർന്നതിന് അടുത്തത് വരും. എന്ത് ഇങ്ങനെ പോകും. അപ്പൊ നമസ്കാരത്തിന് നമ്മുടെ പാരായണം വളരെ പ്രധാനപ്പെട്ട വിഷയം. നിർത്തി ഓതാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഫാത്തിഹ ഓതുമ്പോൾ എന്ത് ചെയ്യണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്കൊരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അപ്പൊ ആ നമസ്കാരത്തിന്റെ പാരായണത്തിന്റെ ഒരു ശൈലി, ഖുർആൻ പാരായണത്തിന്റെ ശൈലിയിൽ വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞ വിഷയമാണ് ഖുർആന്റെ തർത്തീൽ, അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് അതിന്റെ പാരായണം ഭംഗിയാക്കിക്കൊണ്ട് നമസ്കാരത്തിൽ ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാല് നല്ല സ്പീഡാണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പീഡും അല്ല, വളരെ പതുക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പതുക്കല. എന്നാൽ നബിയുടെ ശബ്ദത്തെക്കാൾ, ശബ്ദമാധുര്യത്തെക്കാൾ, പാരായണത്തിന്റെ ശൈലിയേക്കാൾ നല്ല ഒന്ന് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കലും സ്വഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന സമയത്ത് ആ സ്വഹാബിയുടെ സൈഡിൽ നിന്ന് കുതിര ചെയ്തു ഇങ്ങനെ ഭയങ്കരമായിട്ട് കുതിര ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി വളർന്നാക്കാൻ തുടങ്ങി. അത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം. ആ സ്വഹാബി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചിലര് വായിച്ചുകൊണ്ടിരിക്കും, ചിലര് വായിച്ചുകൊണ്ടിരുന്നുണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ശൈലിയിലും ആ ഹദീസിനെ വിശദീകരിച്ചു. കുതിര ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാട് ബോളൊക്കെ ഇങ്ങനെ ചാടി മറിയുന്നത്, കെട്ടിയിട്ട കുതിരയാണ്, ചാടി മറിയുന്നത്. അങ്ങനെ സ്വഹാബി എന്ത് ചെയ്തു, നമസ്കാരം ചുരുക്കിയെന്നോ അല്ലെങ്കിൽ ഖുർആൻ ഓത്ത് നിർത്തിയത്. കാരണം എന്റെ കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടിയെ ആ കുതിരയെങ്ങാനും ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി എന്നും എന്ത് ചെയ്യാറുണ്ട്. കാരണം അപ്പൊ അതിന്റെ വിശദീകരണത്തിന്റെ പണ്ഡിതന്മാരൊക്കെ നമസ്കാരത്തിലായിരുന്നു അങ്ങനെ പറഞ്ഞത്. കാരണം എന്താ, അല്ലെങ്കിൽ ഖുർആനാണ് നിർത്തി വെച്ചിട്ട് ആ കുട്ടീനെ എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചാൽ. പക്ഷെ നമസ്കാരം ആയതുകൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചത്. അങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾ കാണാൻ സാധിക്കും. എന്തിനാണ് ഒരിക്കലും ഈ സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറഞ്ഞത്, നിർത്താൻ പാടില്ലായിരുന്നു. കാരണം മലക്കുകൾ ഇറങ്ങി വന്നത് കൊണ്ടാണ് അങ്ങനെ കുതിരകൾ അങ്ങനെ വെപ്രാളം കൊണ്ടത് ഇന്ന്. അപ്പൊ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ആലോചിക്കുക. ഖുർആൻ പാരായണത്തിന്റെ തന്നെ പ്രാധാന്യം അത്ര വലുതാണെങ്കിൽ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം അത്ര ശ്രദ്ധിച്ച് അതിന്റെ ശൈലിയൊക്കെ ഉൾക്കൊണ്ട് നല്ല ശൈലിയെ, നല്ല ഭംഗി, നമ്മുടെ ശബ്ദം കൊണ്ട് അതിനെ മനോഹരമാക്കുമ്പോ അതിന്റെ പ്രതിഫലം എത്രയൊക്കെ നമുക്ക് ഉണ്ടാവും നമസ്കാരത്തിൽ. അപ്പൊ അത് ഖുശൂഇനെ വർദ്ധിപ്പിക്കും. കാരണം എന്താ, നമസ്കാരത്തിലൂടെ ഖുർആൻ ഓതുക പറഞ്ഞാൽ ഖുർആൻ ആരുടെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി ഇവിടെ അതെ അതെ നമസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും, ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഒക്കെ നമുക്ക് നൽകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരത്തിലൂടെ നിശ്ചയിച്ചു തന്ന ചില ഫായിദകളുണ്ട്, ചില ഗുണപാഠങ്ങളുണ്ട്, ചില നന്മകൾ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടാനുണ്ട്. അതെന്തൊക്കെ? ഒരെണ്ണം നേരത്തെ പറഞ്ഞത് ഏതാ ഏതാ ഒരാൾ നമ്മൾ പോയിട്ട് ഒരു പ്രൊട്ടക്ഷൻ അല്ലെ, തെറ്റുകളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ, അതൊരു ഗുണമാണ്. നമസ്കരിക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ്. രണ്ടാമത്തെ കാര്യമാണ് എന്ത്, ഒരാൾക്ക് ബർക്കത്ത് ലഭിക്കും ജീവിതത്തിൽ, അയാൾക്ക് ജീവിതത്തിൽ എല്ലാ നിരക്കുമുള്ള സൗഭാഗ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമസ്കാരത്തിലൂടെ പൊതുവിൽ എല്ലാ നല്ല കർമ്മങ്ങളിലൂടെ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ നന്മകൾ കൊണ്ട് ഒരാൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമസ്കാരം കൊണ്ട് എന്ത് ചെയ്യും, അയാളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അയാളുടെ സമയത്തിലും അയാളുടെ എല്ലാ പ്രവൃത്തികളിലും ബർക്കത്ത് ഉണ്ടാവും. അപ്പൊ അയാളുടെ ജീവിതത്തിൽ ആഫിയത്തും അങ്ങനെ എല്ലാ നന്മകളും എന്ത് ചെയ്യാം, നമുക്ക് നമസ്കാരം കൊണ്ട് പ്രതീക്ഷിക്കാം. ഇനി അപ്പൊ ആ പ്രതീക്ഷകൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മുടെ നമസ്കാരത്തെ ആത്മാർത്ഥതയും ഖുശൂഉം കൂട്ടും. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ എനിക്ക് അല്ലാഹു നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ എന്ത് ചെയ്യും, ദുനിയാവിലെ ചില ഗുണങ്ങൾ ഒരാൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി സ്വാലിക
അതെ അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ജമാഅത്ത് നമസ്കാരങ്ങളുടെ ഒരു പ്രത്യേകത ഉള്ളതാണ്. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെക്കുന്ന ആളുകളായി. നമുക്ക് തോന്നിയ സമയത്ത് ഫ്രീ കിട്ടുമ്പോ തിരക്കൊക്കെ ഒഴിഞ്ഞ് എല്ലാ തിരക്കും കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാ സൗകര്യത്തിന്റെയും ഇടയ്ക്ക് പോയി നമസ്കരിക്കലല്ല, പിന്നെ ആ തിരക്കുള്ളപ്പോ നമസ്കരിക്കണം, ആ തിരക്കിൽ നമസ്കരിക്കണം, ആ തിരക്കെല്ലാം കഴിഞ്ഞിട്ടല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജമാഅത്ത് നമസ്കാരങ്ങൾ ഫോളോയുള്ള ഗുണം എന്താ, ആ സമയം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സമയം, അത് നമ്മുടെ പടച്ചോന് വേണ്ടി മാറ്റി വെച്ച ഒരു സമയം. ബാക്കി നമ്മുടെ ദുനിയാവിന്റെ തിരക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സമയം നമ്മൾ ഫിക്സഡ് ആയി മാറ്റി വെച്ചൊരു സമയം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായി, ഒരു സൈക്കിളായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ, ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒന്നിനു വേണ്ടിയും ചിന്തിക്കാതെ നമസ്കാരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനിയോ നീ ഇവിടെ ലാസ്റ്റ് വലിയ പോയിക്കാണ് ഉദു എടുക്കുമ്പോ മുതലേ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു കൊടുക്കണം. നമ്മള് സാറിന് ഉദു കൊടുക്കണം എങ്ങനെ, വാരി വെള്ളമൊക്കെ പിടിച്ചിട്ട് വേണം ബാക്കി പറയാൻ. നമ്മളെന്തോ പറഞ്ഞിരിക്കുന്ന ഇടക്ക് വാരി വെള്ളമാണ് ഇപ്പൊ പറയാൻ, അങ്ങനെ പറ്റില്ല. നമ്മുടെ നമസ്കാരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെന്നാണ്, നമ്മുടെ നമസ്കാരത്തിന്റെ നീയത്ത് മുതൽ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. നമസ്കാരത്തിൽ നീയത്ത് നമസ്കാരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമല്ല, പിന്നെ ഇതിന് മുമ്പേ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണെന്നുള്ളത് നീയത്ത് എന്ത് വേണം, നമുക്ക് വേണം. ഒതു എടുക്കുമ്പോൾ മുതലേ എന്ത് വേണം, നമുക്ക് ബോധ്യം വേണം. ഈ ഒതു മുതൽ ഞാൻ എന്താണ് നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങണം. ആ സമയം മുതൽ ഒരാളെ നമസ്കാരക്കാരനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. ഒരാളെ നമസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടി ആ മുസല്ലയിൽ എത്ര നേരം അതേ പൊസിഷനിലിരിക്കുന്നോ അത്രയും നേരം അയാള് നമസ്കാരക്കാരനാണെന്നാണ് വിശ്വാസം. സലാം വീട്ടി കഴിഞ്ഞാലും അയാൾ നമസ്കാരക്കാരനാണെന്നാണ്. അപ്പോ ആ നമസ്കാരത്തിന് ശേഷം പിന്നെ അവൾ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തെ ഒരു ബന്ധമില്ലാതെ ഒന്നുമില്ലാത്ത ഒരാളാവരും. നമസ്കാരത്തിന് മുമ്പോ ആ കൈ കെട്ടുന്നതോടുകൂടി മാത്രം പെട്ടെന്ന് ഒരു സാധനം ഒന്നുണ്ടാവില്ല, ഹൃദയത്തിന് ഖുശൂ ഉണ്ടായി വരില്ല. അപ്പൊ നമസ്കാരത്തിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഞാൻ നമസ്കരിക്കാൻ പോവാണ്, ഞാൻ ഒതു എടുത്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അല്ലെ നമ്മുടെ വസ്ത്രത്തിലൊക്കെ നമ്മൾ അള്ളാനെ കാണുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്. നമസ്കാരത്തിന് പോകുമ്പോൾ ഏറ്റവും മോശം വസ്ത്രവും, കല്യാണത്തിലൊക്കെ ആളുകൾ കാണാൻ പോകുമ്പോൾ നല്ല ഡ്രസ്സും അത് പറ്റും. അള്ളാഹിന് മുമ്പിലാണ് ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ, നമസ്കാരത്തിന് മുന്നോടിയായിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പ്, അത് അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകുന്ന നമ്മുടെ നമസ്കാരത്തിന് ഒരു ഖുശൂ കിട്ടാൻ. ഞാൻ ലാസ്റ്റ് പോയിട്ടുണ്ട്, എല്ലാം തീർന്നു, എല്ലാം ലാസ്റ്റ് ആണ് സ്ഥിരീകരിക്കാൻ. അതെ അതെ വലിയൊരു പോയിന്റാണ്. കാരണം ഹദീസിൽ വന്നൊരു വാചകം കൂടെ ഉണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായും ഹിജാബിനെ മാറ്റിയൊരു മറ നീക്കി ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നു, അവരോട് സംസാരിക്കുന്നതാണ്. ഇനി അതിനേക്കാൾ വലിയൊരു കാര്യമാണ് രണ്ടാമത് പറഞ്ഞത്, ഒരാളുടെ ശ്രദ്ധ എപ്പോഴാണ് മാറുന്നത്, അപ്പൊ അല്ലാഹു അവരിൽ നിന്നും തിരിഞ്ഞു കളയുന്നതാണ്. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ ഒരു യഥാർത്ഥത്തിൽ അത് എന്താ ചെയ്യണം, നമ്മളെ തൊട്ട് തിരിഞ്ഞു കളയാണ്. അപ്പൊ അള്ളാഹും നമ്മളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ തിരിച്ചു കളയുന്ന ഒരു രീതിയാണെന്ത്, നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാത്തൊരു ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, നമ്മളൊരു വലിയ ബിസിനസ് മീറ്റിംഗിലാണ്, ഈ ബിസിനസ് ഡീൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കോടികളുടെ കച്ചവടം നടക്കാൻ പോകും, കോടികളുടെ ഡീലാണ്. നമ്മൾ ആ ബിസിനസ് ആളുമായിട്ട് നമ്മൾ ഇൻവെസ്റ്ററുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ ചർച്ചകളിലാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചുമ്മാ വെറുതെ എന്നിട്ട് അപ്പുറത്തുനിന്ന് പോയി ഫോൺ വിളിച്ചാൽ അവസ്ഥയായിരിക്കും. നമ്മളൊരു ഫോൺ വന്നാൽ എന്താ ചെയ്യാം, നമ്മൾ കട്ടി കളയും, അല്ലേ, നമ്മുടെ ഫോൺ കട്ടിങ് കളയുക ചെയ്യാം. അല്ലെങ്കിൽ ആരും വിളിക്കാതിരിക്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, അത് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി നമ്മൾ വിളിക്കുക. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്നിട്ട് ഭയങ്കര ഉണ്ടാവും, കേവലം ഒന്നും വേണ്ട, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ ഒന്നും വേണ്ടാണെന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവും. ഇത് നമസ്കാരം അള്ളാഹിനോടുള്ള മുനാജാത്താണ്, അള്ളാഹിനോടുള്ള സംഭാഷണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധയില്ലാതെ പോകാന്ന് പറഞ്ഞാല് അള്ളാഹിനോടുള്ള സംഭാഷണം എനിക്ക് വേണ്ട, എനിക്കൊരു മൈൻഡും എനിക്ക് ഒന്നും വേണ്ടതിന്, ഞാനൊരു മൈൻഡും അള്ളാഹിനെ ചെയ്യണില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ലേ യഥാർത്ഥ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാൾ കാണിക്കണം, അല്ലേ. അപ്പൊ ഇത്രയാണ് കേട്ടോ, 18 വ്യത്യസ്തമായ പോയിന്റുകളാണ് നമുക്ക് തരും. 19 പോയിന്റുകൾ എത്തി, അല്ലെ, ഇവിടെ ഒരാൾ കൂടുതൽ തോന്നുന്നു, അല്ലേ. അപ്പൊ 19 പോയിന്റുകൾ, അല്ലേ. ഇതൊക്കെ നമുക്ക് എന്താണ് ശരിക്കും വേറെ എന്തെങ്കിലും അതെ, നമസ്കാരത്തിൽ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടുമ്പോ നമുക്ക് വിശ്വാസം ഉണ്ട് എന്ന് തോന്നിയാൽ അപ്പൊ എന്ത് ചെയ്യണം,
ഇടതുവശത്തേക്ക് 3 തവണ നഫഖ. അങ്ങനെ തുപ്പൽ വരാത്ത രൂപത്തിൽ 3 തവണ. എന്നിട്ട് ആദ്യം പറയുന്നത്. അപ്പൊ അതൊക്കെ നമസ്കാരത്തിൽ ശ്രദ്ധ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോയിന്റുകളാണ്. ഇതിന്റെ പുറമെ 1-2 പോയിന്റുകൾ ആഡ് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ പറഞ്ഞ ഖുശൂ നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ശൈത്താനുമായിട്ടുള്ള വലിയൊരു യുദ്ധത്തിലാണ് നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ശൈത്താനുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ്. കാരണം ഒരു നമസ്കാരം നന്നായാൽ പിശാചിൽ നിന്ന് അവർ എന്ത് ചെയ്യാൻ അത്രയും അകലാണ്. പിശാചിന്റെ ആക്സസ് കുറയാണ് നമ്മളിലേക്ക്. ശൈത്താൻ നമ്മളെ ഒന്ന് വിശ്വാസത്തിലാക്കാനും നമ്മുടെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരത്തിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു നമസ്കാരത്തിലുള്ള. കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. അപ്പൊ പിശാചുമായുള്ള ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. രണ്ടാമതായിക്കൊണ്ട് ശ്രദ്ധയില്ലാത്ത ഖുശൂ ഇല്ലാത്ത നമസ്കാരം എന്ന് പറയുന്നത് ആരുടെ നമസ്കാരത്തിന്റെ ലക്ഷണമാണ് ഖുർആൻ പഠിപ്പിച്ചത്? മുനാഫിക്കിന്റെ നമസ്കാരം. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ആരുടെ ലക്ഷണമാണ് നമസ്കാരത്തിൽ കാണിക്കുന്നത്? മുനാഫിക്ക്. കാരണം ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇദാ ഖുംതും ഇല സ്വലാ, മുനാഫിക്കുകൾ നമസ്കാരത്തിൽ നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായിട്ടായിരിക്കും നിൽക്കുക. ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ കുറച്ച് മാത്രമേ അല്ലാഹനെ ഓർക്കുന്നുള്ളൂ. ആര്? മുനാഫിക്കുകൾ നമസ്കാരത്തിൽ അല്ലാഹനെ കുറച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് കുറച്ച് മാത്രമേ ഓർക്കണുള്ളൂവെങ്കിൽ നമ്മുടെ നമസ്കാരം ആരുടെ നമസ്കാരങ്ങൾ മാച്ച് ചെയ്യണം? മുനാഫിക്കിന്റെ നമസ്കാരം. അങ്ങനെ ഖുർആൻ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം മുനാഫിക്കും നമസ്കരിക്കുന്നുണ്ട്. നമ്മൾ നമസ്കരിച്ചുകൊണ്ട് പിന്നെ ഞാൻ മുനാഫിക്കൊന്നുമില്ല, മുനാഫിക്കുകളുടെ അടുത്തുനിന്ന് ഞാൻ ഒഴിവാണ്, ഞാൻ പിന്നെ നല്ല മുഖ്യനാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു. ജമാഅത്തിന്റെ പിന്നിൽ സ്വപ്പുകളായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു സലൂലൊക്കെ ഉണ്ടായിരുന്നു, ഉബയ്യ് ഇബ്നു സലൂലൊക്കെ. ആരാ? അവർക്ക് മുനാഫിക്കുകളുടെ നേതാക്കന്മാർ, അവർക്ക് നമ്മുടെ കൂടെ നമസ്കരിച്ച ആളുകളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾ മടിയന്മാരായിട്ട്. അപ്പൊ നമ്മൾ മടിയന്മാരായിട്ട് ഒരു ആവശ്യമില്ലാതെ ഒരു ഉന്മേഷം ഇല്ലാതെ ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നമസ്കാരം മുനാഫിക്കുകളുടെ നമസ്കാരവുമായിട്ടാണ് കൂടുതൽ യോജിച്ചു വരിക എന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ ശ്രദ്ധയില്ലാത്ത നമസ്കാരം ഒരു മുനാഫിക്കിന്റെ നമസ്കാരം എന്നുള്ള ബോധ്യം വന്നാൽ നമുക്ക് കൂടുതൽ ഖുശൂഉം കാര്യങ്ങളൊക്കെ നമ്മുടെ നമസ്കാരത്തിൽ ലഭിക്കും. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റുകളും അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെറിയൊരു സുഹൃത്താണ്. ഒരു പക്ഷേ ആ സുഹൃത്ത് നമ്മുടെ നമസ്കാരത്തിൽ ഓർമ്മയുണ്ടാവും. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത എന്താ? നേരത്തെ മുസ്തഫ പറഞ്ഞ പോയിന്റാണ്. ഓത്തിന്റെ ശരീരം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മളെന്താ പറയുന്നത്? നമ്മളെന്താ പറഞ്ഞത്? നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവര് ഇപ്പൊ വൈദ്യുൻ അവര് നാശം ഉണ്ടാവട്ടെ എന്ന് പടച്ചം പറയാം. നമ്മുടെ നമസ്കാരത്തിലോ ഒരു ശ്രദ്ധയില്ല. അതേ സുഹൃത്ത് നമ്മൾ ഓർമ്മ പെട്ടെന്ന് കഴിക്കുന്ന സുഹൃത്താണ് അറിയിച്ചല്ലതി. നമ്മൾ നമസ്കാരം എന്താ പ്രാർത്ഥിക്കുന്നത്? നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവര് പടച്ചവന്റെ നാശം ഉണ്ടാവട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. നമ്മളോ അതേ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകളാണെങ്കിലോ അതിനുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഓർമ്മ വേണം. നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ അതേ നമസ്കാരത്തിൽ പടച്ചവന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അതേ നമസ്കാരത്തിൽ. അപ്പൊ എത്ര വലിയ വൈദ്യാണ്. അപ്പൊ നമസ്കാരത്തിലെ ഓത്തിന്റെ ശൈലിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അടുത്ത ഓർമ്മ വരില്ലേ? അല്ലെ? നമ്മുടെ നമസ്കാരത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഓർമ്മ വരും. പടച്ചവൻ ശപിക്കുകയാണ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കാതെ. നമസ്കരിക്കാത്ത ആളുകളെന്നല്ല, നമസ്കരിക്കാത്ത ആളുകൾക്ക് നാശം ഉണ്ടാവട്ടെ എന്നല്ല. പിന്നെ നമസ്കാരത്തിൽ അശ്രദ്ധരാർക്ക്, അതിന് സമയം ശ്രദ്ധിക്കാത്തവർക്ക്, അതിന് ഖുശൂ ശ്രദ്ധിക്കാത്തവർക്ക്, അതിന്റെ ദിക്റുകളെ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക്, ആ ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് ഫവൈൽ, അത് നമസ്കാരത്തിൽ ആ നമസ്കാരക്കാരുടെ നാശം എന്നാണ്. അപ്പൊ ആ ഒരു ആയത്തൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലൊരു ബോധ്യം വന്നാൽ നമ്മുടെ നമസ്കാരത്തിലൊക്കെ ഒരു ഖുശൂ ഉണ്ടാകും. തുമ്മൽ വന്നാലേ അൽഹംദുലില്ലാ പറയാനുള്ള ഇതുണ്ട്. ഇല്ലാന്നുള്ളതാണ്. പക്ഷെ എന്നാലും ക്ലാരിഫൈ ചെയ്യാം. ആൻസർ പറയാറില്ല. എന്താണ് അതിന്റെ ഒരു മസല എന്താണെന്നുള്ളത് അറിയില്ല. പൊതുവെ നമസ്കാരത്തിൽ എന്താണ് അതൊന്ന് ശ്രദ്ധിക്കാം. ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഈ ഒരു ആക്ടിവിറ്റിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്? ഈ ഒരു ക്ലാസ്സിൽ നമ്മള് ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി എല്ലാവരും ഓരോ പോയിന്റുകൾ പറയുക, എടുക്കുക എന്നുള്ളത്. അടുത്ത ക്ലാസ് നമ്മള് അടുത്ത ആഴ്ച പറയാം. ഭാഗം പോലെ അടുത്തൊരു ക്ലാസ്സിൽ നമ്മള് അടുത്ത 2 ആഴ്ചകൾ
പറയും. 2 ആഴ്ചകളായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും. അപ്പോ ആ രജിസ്റ്റർ നമ്മൾ കഴിഞ്ഞ ആഴ്ച അറ്റൻഡൻസിന്റെ രജിസ്റ്ററിന്റെ കാര്യങ്ങൾ ഈ ആഴ്ച മറന്നുപോയി. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ഓർമ്മ ഉണ്ടാവും, പേപ്പർ ഉണ്ടാ ആരെങ്കിലും നോട്ട് ചെയ്തെടുത്തിരുന്ന ഇവിടെ തന്നിരുന്ന എന്ത് വന്നാലും ഇവിടെ തരുന്നത് ഇവിടെ തന്നെ ഇവിടെ നോക്കുമ്പോ അത് പോവും. വളരെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. വളരെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ഗ്രൂപ്പിൽ ഒന്ന് അവിടെ ഇട്ട് വെച്ചാൽ മതി. പിന്നീട് രജിസ്റ്റർ വരുമ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്ത് പോയാൽ മതിയല്ലോ. ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്യും കേട്ടോ. ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് വന്നേക്കുന്ന ആളുകളുടെ പേര് 1, 2 രീതിയിൽ പേരുകളെല്ലാം എഴുതുക. എന്നിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്റെ ഗ്രൂപ്പ് ഇട്ടാ രജിസ്റ്റർ വരുമ്പോൾ കയ്യിൽ കോപ്പി നമ്മുടെ ഒന്ന് എടുത്തോളാം. അവസാനമായിട്ട് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോ വിശുദ്ധ ഖുർആനില് നമ്മൾ കല്ലുകുടി മദ്യം ഇസ്ലാമിൽ ഹറാമല്ലേ, നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്തത്, അത് നിരോധിച്ചത്. ഒന്നാമതായിക്കൊണ്ട് ആദ്യം തന്നെ മദ്യം എന്ത് ചെയ്തില്ല, ഇസ്ലാമിൽ നിരോധിച്ചില്ല. മദ്യം നിരോധിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് എന്തായിരുന്നു അറിയോ, ആർക്കാ പറയാൻ പറ്റുക? ഇവിടെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? മദ്യം നിരോധിക്കുന്നത് പല ഘട്ടങ്ങളിലായിക്കൊണ്ടാണല്ലോ. അതിലെ ഒരു ഘട്ടം, പ്രസക്തമായ ഒരു ഘട്ടം നമസ്കാരവുമായി ബന്ധപ്പെടുത്തി. ഏതാണ്? നമസ്കാരത്തിന് വരുമ്പോ മദ്യപിക്കാൻ പറ്റില്ല, നമസ്കരിക്കുമ്പോ കള്ളുപിടിക്കാൻ പറ്റില്ല. ഖുർആനിലെ ആയത്തിൽ എന്താ അറിയോ, നിങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത്. അഥവാ ഉദ്ദേശം എന്താ, നമസ്കരിക്കരുത്. മദ്യത്തിന്റെ ലഹരിയിൽ നിൽക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യരുത്, നമസ്കരിക്കരുത്. ആ ആയത്തിന്റെ ബാക്കിയിൽ എന്താണെന്ന് അറിയോ? ആർക്കും പറയാൻ പറ്റുക? ആയത്തിന്റെ ബാക്കിയിൽ എന്താണുള്ളത്? മദ്യപിച്ച് ആ ലഹരിയിൽ നിങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത്. അതിനുള്ള കാരണം എന്താണെന്ന് ആയത്തിന്റെ ബാക്കിയിൽ പറഞ്ഞു. കുറച്ചുകൂടെ കറക്റ്റാണ് പറഞ്ഞത്, രണ്ടാൾ പറഞ്ഞ കറക്റ്റാണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ആയത്തിന്റെ ബാക്കി എന്തറിയോ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ല. നമ്മൾ കള്ളൊന്നും കുടിക്കാറുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുന്നത് നമുക്ക് അറിയില്ല. കണ്ടുപിടിച്ചില്ലെങ്കിലും നമുക്ക് ആ ഒരു ബോധ്യം ഇല്ല എങ്കിൽ ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ നമസ്കാരം അതിന്റെ നമസ്കാരമാണ്. ഒരു കള്ളു കുടിച്ചവന്റെ നമസ്കാരമാണ്. കാരണം ഖുർആന്റെ ആയത്തിൽ നിന്ന് അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട മെസ്സേജ്. കാരണം നമ്മൾ കള്ളു കുടിക്കണില്ല, ശരി. പക്ഷെ ഖുർആൻ കള്ളുകുടിയന്റെ നമസ്കാരത്തെ പറ്റി പറഞ്ഞെന്താ, നമസ്കരിക്കുന്ന സമയത്ത് എന്താവരുത്, മൈൻഡ് ഔട്ട് ആവരുത്, ലഹരിയിലാവരുത്. കാരണം പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. കള്ളു കുടിച്ച് വന്നാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റൂലല്ലോ. നമ്മളോ കള്ളു കുടിച്ചില്ലെങ്കിലും എന്താ പറയണത് നമുക്ക് അറിയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ നമസ്കാരം നേരത്തെ പറഞ്ഞ ഒരു മുനാഫിക്കിന്റെ നമസ്കാരം പോലെ എന്തുപോലെയാണ്, ഒരു മദ്യപാനിയുടെ നമസ്കാരം പോലെയാണ്. അപ്പൊ നമസ്കാരത്തിന് ഖുശൂ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സുഹൃത്ത് നോക്കുക, ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പോയിന്റുകൾ താഴ്ത്തുണ്ട്. മുഅ്മിനീങ്ങളുടെ ഒരുപാട് ക്വാളിറ്റികൾ എടുത്തു പറയുന്നുണ്ട്. ആ ക്വാളിറ്റിയിൽ ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി എന്താ, നമസ്കരിക്കുന്നവരാണെന്നല്ല, പിന്നെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. നമസ്കാരത്തിന് ഖുശൂ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അള്ളാഹുവിന്റെ വിശ്വാസിയിൽ കാണുന്ന ഏറ്റവും വലിയ അടയാളം ഇതായതുകൊണ്ടല്ലേ പ്രശ്നം ഏറ്റവും ആദ്യം പറഞ്ഞത്. ഒരു വിശ്വാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുമ്പോൾ ഏറ്റവും ആദ്യം അല്ലാഹു അവനിൽ കാണുന്ന പോസിറ്റീവ് കാര്യം എന്താ, നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് ഏറ്റവും ആദ്യത്തെ ആയത്തായിട്ട് നമസ്കാരം ഈ ആഴ്ച പഠിച്ചിട്ട് പോകുമ്പോ നാളെ സുബഹി നമസ്കരിക്കും, അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കും, വെളുപ്പിന് തലച്ചു നമസ്കരിക്കും. ഇതൊക്കെ നമസ്കരിക്കുമ്പോ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളായി മാറണം. ആ ഒരു ബോധ്യം നമ്മുടെ നമസ്കാരത്തിൽ വേണം. ആ നമസ്കാരത്തിൽ ആ ഖുശൂ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അങ്ങേയറ്റം പരിശ്രമിക്കണം. അപ്പൊ അള്ളാന്റെ സഹായം ഉണ്ടാവും, അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവും. നമസ്കാരത്തിൽ അങ്ങനെ ഖുശൂഉള്ള ആളുകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, നല്ല നമസ്കാരക്കാരനായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.